കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാരനെ കൂടി നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. എല്ലാ ദിവസവും തണുപ്പാണ്, എല്ലാവർക്കും AC കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ മൂത്തൊക്കെ തണുപ്പെന്ന് പറയും. അപ്പോൾ അവിടെ ഇന്ന് നിങ്ങൾക്ക് ആ തണുപ്പെന്നൊരു ആശ്വാസം പറഞ്ഞേ, തണുപ്പിൽ നിന്ന് ഒരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിമോട്ട് അത് കേടായി, അതുകൊണ്ട് അത് ഓണാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒന്ന് ഇടയ്ക്കൊക്കെ നല്ലത് തന്നെയല്ലേ അച്ഛാ, കൂടാരപ്പെരുന്നാൾ ആചരിച്ച് എന്തിനു വേണ്ടിയാ? റൈറ്റ്, സ്തോത്രം. ഇസ്രായേൽ മക്കൾ കൂടാരപ്പെരുന്നാൾ ആചരിച്ച കാര്യം, അവർ പണ്ടത്തെ മിസ്രൈമിൽ നിന്നും അവർ കനാദേശത്തേക്ക് പോകുന്ന മുമ്പേ അവർ പാർത്ത അവർ ചൂടും വെയിലും തണുപ്പും ഒക്കെ മനസ്സിലാക്കാനാണ് അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചതുപോലെ നമുക്കും ഒരു കൂടാരപ്പെരുന്നാൾ ആകട്ടെ എന്ന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ 1-2 പ്രാവശ്യം അവരെ സർവീസിന് ക്ഷണിച്ചു, പക്ഷേ എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എങ്കിലും എനിക്ക് റിമോട്ടിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ അതിൽ ക്രമീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് എല്ലാ സഭാരാധനയ്ക്കും എന്തുണ്ടാകും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അതിലൊരു പ്രശ്നം ഇന്നാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ സൗണ്ട്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറണ്ട് പോവുകയോ മേ ബി എന്തെങ്കിലും സംതിങ് പ്രോബ്ലം ഉണ്ടാകും. എന്നാൽ ഇന്ന് നമുക്ക് ഉണ്ടായ പ്രോബ്ലം പുതിയ AC, പുതിയ റിമോട്ട്, ബാറ്ററി എല്ലാം കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ പിശാചിന്. എങ്കിലും നമുക്ക് സാത്താൻ്റെ ശബ്ദമല്ല നമുക്ക് ആവശ്യം, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ശബ്ദം. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഇതും സഹിക്കേണ്ട കൃപ നൽകട്ടെ. അപ്പോൾ അതിൻ്റെ കണ്ണാടിയിൽ ഈ ചൂട് വന്നടിക്കുമ്പോൾ അതിൻ്റെ അതിട്ടപ്പോൾ വേണ്ട എനിക്ക് പിന്നെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റില്ല, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കച്ച ഏതാ എന്തോ പേര് ടെക്നോളജി അറിയാവുന്നവർക്കൊക്കെ ചെയ്ത് സ്തോത്രം വേണം. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാവിലെ സമയം നാം ഈ മാസത്തിൻ്റെ 9-ാം ദിവസമാണ് നാം കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവാലയത്തിൽ കടന്നുവിടയാക്കിയത്. ദൈവം നമുക്ക് ഈ മാസങ്ങളിൽ ആത്മാവ് ചിന്തിക്കുവാനും ആത്മാവ് ധൈര്യപ്പെടുവാനും മുമ്പോട്ട് ആഞ്ഞ് യാത്ര ചെയ്യാനും തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവ് തന്ന ദൈവിക ധ്യാനങ്ങൾ, വചനങ്ങൾ നമ്മൾ ഈ മാസം നാം വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പാടുകളും ദൂതുകളും പ്രാപിക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും പ്രഭാതത്തിലും രാത്രിയിലും നാം കൂട്ടായ്മ ആചരിച്ച് ഓൺലൈൻ കൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഫോണിലായിരിക്കുന്ന ദൈവമക്കൾക്കും വിശേഷ വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ദൂതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച വാക്ക് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 17, 17-ാമത്തെ വാക്യം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എല്ലാം ചേർന്ന് പറഞ്ഞാമോ? ആ വാക്യം എല്ലാവരും എടുത്ത്, ആ വാക്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് ഒന്ന് നമുക്ക് ചേർന്ന് നമുക്ക് വായിക്കാമോ? എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ മുഖത്തല്ല, ബൈബിൾ നോക്കി ഒന്ന് വായിച്ചേ, ഒന്നൊരു വായിച്ചേ. യഹോവ വളരെ വിലപ്പെട്ട ഒരു വെളിപ്പാടാണ് നാം ഇന്ന് രാവിലെ സ്വീകരിക്കാൻ പോകുന്ന ദൈവിക ചിന്ത. അതിൻ്റെ വെളിപ്പാട് ഓർത്തോണം. നാം ഈ മാസം എടുത്ത ദൈവവചനം എന്ന് പറഞ്ഞത് പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശവാക്യം 16-ാമത്തെ 3-ാമത്തെ വാക്യമാണ്. നിന്റെ പ്രവർത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ മെസ്സേജ്. Those shall be established എന്ന വാക്കാണ്. നമുക്കൊരു എസ്റ്റാബ്ലിഷ് ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവ് കുറിച്ച് വെച്ച് സ്തോത്രം ചെയ്യുക. അപ്പോൾ ദൈവാത്മാവിൽ ഇന്ന് രാവിലെ ആ വെളിപ്പാട് നന്നായിട്ട് സ്വീകരിച്ച് പറയാം. കർത്താവേ, നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ
നിന്റെ ഉദ്ദേശങ്ങളെ ദൈവാത്മാവ് സാധിപ്പിച്ച് തരുമെന്നാണ് ആ വചനത്തെ വെളിപ്പാട്. അപ്പൊ അതിൻ്റെ അകത്ത് കിടക്കുന്ന ദൈവിക ചിന്തകളാണ് നാം സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിലെ ദൈവശബ്ദങ്ങൾ. ആ വാക്കിന്റെ വെളിപ്പാട് ഓർത്തോണം. ആമേൻ. യാക്കോബ് മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യുമെന്ന പദമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കേ, ആര് ചെയ്യുമെന്നാണ്? മോശ എന്ത് ദൈവത്തോട് ഡിമാൻഡ് ചെയ്തവോ ആ ഡിമാൻഡ് ചെയ്ത വിഷയത്തെ ദൈവം ചെയ്ത് തരുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമുക്ക് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാമോ? എന്തോ പറഞ്ഞ വാക്ക്? ഞാൻ എന്ത് പറഞ്ഞാലും ദൈവം ചെയ്യും. അപ്പം ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ല. ഞാൻ പറയും പോലെ ദൈവം ചെയ്തു. അപ്പം ഞാൻ ആരായിരിക്കണം? പറ. എൻ്റെ ദൈവത്തോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യം ദൈവം ചെയ്തു തന്നു. അപ്പൊ ഞാൻ ആരാ? ഞാൻ ആരുമല്ല. പറ. സ്തോത്രം. ഇപ്പോ എൻ്റെ സാം ഇവിടെ ഇരിപ്പുണ്ട്. സാം എൻ്റെ അടുത്ത് വന്ന് ഡാഡി എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണമെന്ന് അവനോട് പറയുകയും ഞാൻ ആ കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ അവൻ ആരാ? എൻ്റെ ഇഷ്ടപുത്രൻ. ഞാൻ പറയും പോലെ അവൻ ചെയ്യുന്നു. എൻ്റെ മൈൻഡ് അവൻ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. അപ്പൊ അതുമ്പോൾ ഞാൻ അവന് ചെയ്തു കൊടുപ്പാൻ തക്ക ഞാൻ ആരാണ്? ബാധ്യസ്ഥ. അവൻ മോശ ആരാ? ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവനും ദൈവത്തിൻ്റെ പ്രവൃത്തി ഗ്രഹിച്ചവനും ദൈവത്തോട് ചേർന്ന് സഞ്ചരിച്ചവനും ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞവനാണ് മോശ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞവർക്ക് മാത്രമേ അവൻ ദൈവത്തോട് പറയുമ്പോൾ ദൈവം ആ കാര്യം ചെയ്യത്തുള്ളൂ. യേശുവിന് മനസ്സിലായോ? മനസ്സിലായില്ല? ഇങ്ങനെ പറ. ഞാൻ ആരാ? ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ, ദൈവത്തിൻ്റെ ചിന്ത ഗ്രഹിച്ചവൻ, ദൈവത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയവൻ. ദൈവത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ദൈവത്തോട് പറഞ്ഞാൽ ദൈവ ആ കാര്യങ്ങൾ ചെയ്തിരുത്തുള്ളൂ. ദൈവത്തിൻ്റെ ആശയവും ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ദൈവത്തിൻ്റെ മനോഭാവവും മനസ്സിലാക്കാത്ത കാലപത്രയും നമ്മൾ പറയും പോലെ ചെയ്യാൻ ദൈവം ആരുമല്ല. സ്തോത്രം ചെയ്യാൻ. അത് രാവിലെ ഓർത്തോണം. ഞാൻ ഇന്ന് രാവിലെ വളരെ ഗൗരവത്തോടെ ആ ദൂത് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. വായിക്കാം. 33-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 33-ന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഞാൻ ഇനി പറഞ്ഞ വാക്കിന് വെളിപ്പെടുത്തണം. മോശ എന്ന വാക്കിന്റെ അർത്ഥം ആമേ നദിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തവനാണ്. റൂപ്രട്ടീസ്, നീല നദിയിൽ നിന്നും ചീങ്കണ്ണിക്കകത്ത് ഇട്ടവനെ ചീങ്കണ്ണിയെ വിഴുങ്ങ അനുവദിക്കാതെ വണ്ണം അവിടെ നിന്നും ദൈവം മോശയെ വലിച്ചെടുത്തത് കൊണ്ട് അവന് മോശെ എന്ന് പേരിട്ട് കൊടുത്തു. അപ്പം ഞാൻ അവിടെ കൊടുക്കുന്ന വെളിപ്പാടോർത്തോളം ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കാനുള്ളവരെ ഒരു കാരണവശാലും ശൂത് കർമ്മിണിക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ചീങ്കണ്ണിക്ക് ഇരയായി കൊടുക്കുകയോ ചെയ്യത്തില്ല. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ദൈവത്തിൻ്റെ മനസ്സിലാക്കി ഇടപെടുവാനുള്ള ഒരു ഭാവികാല ജീവിതത്തിന് വേണ്ടി കണ്ട മോശയെ ഒരിക്കൽ പോലും എല്ലാവരും മരിച്ചതുപോലെ എല്ലാവരും തകർന്നതുപോലെ തകരാൻ തക്കവണ്ണം ദൈവം മോശയെ വിട്ടുകൊടുക്കില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അക്കരമൊന്ന് അടിച്ചാത്മാവിശ്വാസം ചെയ്ത ആമേ ദൈവത്തോട് അഭിമുഖമായി സംസാരിപ്പാൻ ദൈവാത്മാവ് കണ്ട മോശയെ ആമേ ഒരു കാരണവശാല് എല്ലാ എബ്രായ ബാലന്മാരും മരിച്ചപ്പോലെ ആമേ മോശ മരിക്കേണ്ടി വരത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഫസി പറയുകയാണ്. അവൻ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്തവര്, ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തോട് കൂടെ നടക്കാനുമാണ് ദൈവങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തകരാനും നിങ്ങളെ തകർക്കാനും നിങ്ങളെ ശാപമായി മാറാനും എന്റെ ദൈവം അനുവദിക്കില്ലെന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രവചിക്കുന്നു. ആ ദൂതനെ കരം തട്ടി സ്വീകരിപ്പാൻ നിയോഗമുള്ളവർ കരം തട്ടി സ്വീകരിക്കാം യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു വാക്ക് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ദൂതന്റെ ആഴം മനസ്സിലാക്കണം. ദൈവത്തോട് അഭിമുഖമായിട്ട്
എങ്ങനെ സംസാരിച്ചെന്നാണ്? ഒരു സ്നേഹിതൻ, ഒരു ഫ്രണ്ട്, ഒരു സ്നേഹിതൻ അഭിമുഖമായിട്ട് ഫേസ് ടു ഫേസ് ആയി സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചുവെങ്കിൽ, അങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന പേരുകൊണ്ട് ദൈവാത്മാവ് സ്നേഹിച്ച് സംസാരിച്ച മോശയെ നീല നദിക്കകത്ത് കിടക്കുന്ന ചീങ്കണ്ണിക്കകത്ത് വീണ്ടും നശിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം സമ്മതിക്കുമോ? ഇല്ല, ദൈവം സമ്മതിക്കില്ല. അതിന് കാരണം ദൈവത്തോട് സംസാരിക്കേണ്ടവരെ ദൈവത്തിനറിയാം. നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച അധികം സംസാരിച്ച ദൈവത്തോടു കൂടെയാണോ? പിൻ ഡ്രോപ്പ് സൈലന്റ്. നമ്മുടെ മൊബൈലിനോട് ചോദിക്കാം, മൊബൈൽ നിന്നോട് കൂടിയാണോ അധികം സംസാരിച്ചത്, ദൈവത്തോടാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ മൊബൈൽ എന്ത് പറയും? പറ അഭിദേവ്, പറ അഖിദേവ്, പറയാച്ചാ സ്വോത്രം വേഗ സ്വോത്രം റെഡ്യൂസ് സ്വോത്രം. നിങ്ങൾ വാക്ക് പറഞ്ഞ് മൊബൈൽ പറയും, അച്ഛാ അല്ലെ പാസ്റ്റേ, എനിക്ക് ഒരു വിശ്രം പോലും ഈ തള്ള തന്നിട്ടില്ല. സ്വോത്രം. ഈ ബ്രദർ എനിക്ക് ഒരു വിശ്രാമം പോലും തന്നിട്ടില്ല. എടുക്കും വിളിക്കും, എടുക്കും വിളിക്കും. എന്ത് വിളിക്കുന്നു എനിക്കും അറിയത്തില്ല, എന്ത് സംസാരിച്ച് എനിക്ക് എന്തോ കുറുകുറുകായി സംസാരിക്കുന്ന കേട്ടു. സ്വോത്രം. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കേണ്ടവരെ ചീങ്കണ്ണിയുടെ മുമ്പ് ഇട്ട് കൊടുക്കത്തില്ലെന്ന് ആദ്യം പഠിക്കണം. ഒന്നുകൂടി ആത്മാവിൽ പറയാം, ദൈവത്തോട് സംസാരിക്കുന്നവരെ നീല നദിക്കത്തിടത്തില്ല. എല്ലാവരും മരിച്ചതുപോലെ, എല്ലാവരും ചത്തതുപോലെ, എല്ലാം തകർന്നുപോലെ തകരാനല്ല ദൈവം മോശക്കുഞ്ഞിനെ കണ്ടത്. ഈ രാവിലെ ഒന്നിന് പറയാ, നിന്നോട് ദൈവം ഇടപെടുന്ന ശബ്ദമോർത്താണ്. നീ ദൈവത്തോടാണ് സംസാരിക്കുന്നുവെങ്കിൽ നിന്റെ ഉയർച്ച നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. നീ ദൈവത്തോട് സംസാരിക്കുന്നുവെങ്കിൽ നിന്റെ നേട്ടം നിനക്ക് വന്നിട്ടുണ്ട്. അല്ല, നീ ദൈവത്തോടല്ല മറ്റാരോട് അധികം സംസാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരാജയം നീ തന്നെ ഏറ്റെടുക്കണം. എന്നിട്ട് കുറ്റം പറയരുത്. എന്ത് കുറ്റം? ദൈവം ഒന്നും. ഒരാളിപ്പോൾ ATM പോയിട്ട് തൻ്റെ പിൻ നമ്പർ അറിയാം, തനിക്ക് എവിടെ നിന്നും തൻ്റെ പൈസ എടുക്കുന്ന അറിയാം. തൻ ATM കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഈ ATM കാർഡ് ഇട്ടിട്ട് എന്ത് ചെയ്തു? പറ. തൻ്റെ പിൻ നമ്പർ ഇട്ടിട്ട് തൻ്റെ ക്യാഷും എത്ര വേണമെന്ന് എൻട്രി ചെയ്തു. 1000 പ്രാവശ്യം ഞെക്കിയിട്ട് സാധനം. അപ്പോൾ ATM ചിരിച്ചിട്ട് പറയാണ്, എന്തിനാ കുഞ്ഞ് ഇത്രയും കിടന്ന്? നീ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് നിനക്ക് തരാൻ. പിൻ നമ്പർ ശരി തന്നെയാണ്, കാർഡ് നിൻ്റെ തന്നെയാണ്. പക്ഷേ നീ കൊടുത്തത് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നീ കൊടുക്കാത്തതൊന്നും തിരിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തോ SBI ബാങ്കിൻ്റെ അടുത്തോ പോയിട്ട് പറയും, ഈ എന്ന ബാങ്ക് ഞാൻ ചോദിച്ചിട്ട് കാര്യമൊന്നും, ഇനി എനിക്ക് ഈ ബാങ്കും വേണ്ട, ഞാൻ ഇവിടുത്തെ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്തിട്ട് പറ, ഞാൻ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് വേറെ അടുത്ത് എന്ത് ചെയ്യാൻ പോകാൻ പോവുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്ന് പറയും, ഫെഡറൽ ബാങ്കിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റോപ്പ് വരുന്നുണ്ടോ? ഇല്ല. അതിനെക്കാട്ട് ആയിരക്കണക്കിന് വ്യക്തികൾ കൊടുക്കാതൊക്കെ നോക്കിയത് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് വല്ലം കിട്ടത്തുള്ളൂ. ഇന്ന് രാവിലെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ പറയാതെ തന്നെ ഇങ്ങോട്ട് വന്നോളും. പ്രൈസ് ഗോഡ്. ആത്മാവിൽ സ്തോത്രം ചെയ്യാമോ? കരം ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കൂ. മോശ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശ സംസാരിക്കാൻ ഉള്ളത് കൊണ്ടാണ് ദൈവം മോശയെ ഈ ചീങ്കണ്ണിക്ക് വിഴുങ്ങാൻ ഇട്ട് കൊടുക്കാത്ത കാര്യം. മിസ്രൈമിൽ അനേക കൂടാരത്തിനകത്ത് മാതാപിതാക്കൾ തലമുറ നഷ്ടപ്പെടുന്നുകൊണ്ട് മോശയെ നിലവിളിച്ചപ്പോൾ മോശയുടെ കൂടാരത്തിനകത്ത് മാത്രം എന്തില്ല? രാരീരം രാരാരോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മ സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ശമ്പളം വാങ്ങിക്കൊണ്ട് പാല് കൊടുക്കുന്ന രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആകെ കിട്ടിയത് മോശയ്ക്കും തൻ്റെ അമ്മയ്ക്കും മാത്രമാണ്. രാവിലെ ഞാൻ ഒരു കാര്യം പറയാം, മാതാപിതാക്കളെ ദൈവത്തോട് വിശ്വസ്തയോടെ ആരാധിക്കുക സേവിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ നശിച്ചു പോകില്ലെന്നും നിന്റെ തലമുറയ്ക്ക് പരാജയമില്ലെന്നും ആദ്യം രാവിലെ പഠിക്കണം. ആ തലമുറ ഓർത്ത് ഉയർത്തിയിട്ടേ ഉള്ളൂ, ആ തലമുറ ആദരിച്ചിട്ടുള്ളൂ. കരമൊന്ന് അടിച്ച് നന്ദിയോടെ സ്തോത്രം പറയാ, കർത്താവേ
ദൈവവിശ്വസ്തനാണ്. ദൈവത്തോട് ചേർന്ന് സഞ്ചരിച്ചിട്ടുള്ള, ദൈവത്തോട് ചേർന്ന് ആരാധിച്ചിട്ടുള്ള സമസ്ത പ്രിയപ്പെട്ട കർത്താവ് ഞാൻ ഉയർത്തിയിട്ടുണ്ട്. ആ കാര്യം നന്നായി ചേർത്തടിച്ച് കർത്താവ് നന്ദി പറയാ. ദൈവമേ, അങ്ങയോട് സംസാരിപ്പാൻ എനിക്ക് ദൈവം കൃപ നൽകണമെന്ന വാക്ക്. അപ്പം നിങ്ങൾ ആ വചനത്തിന് വെളിപ്പെടുത്തണം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി ഫേസ് ടു ഫേസ് സംസാരിച്ചു. അത് നിമിത്തമാണ് നാം വായിച്ച റെഫറൻസിൽ 17-ാമത്തെ വാക്യം. ജയ്സ ഒന്നൊരു വായിക്കും. ജയ്സ വായിച്ചു. മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞ്, നീ ഞാനും രാവിലെ സംസാരിച്ചതല്ലേ? നമ്മൾ തമ്മിൽ രാവിലെ എന്ത് ചെയ്തു? സംസാരിച്ചു. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ട് ഒരു ദിവസം വിളിക്കുകയോ വിളിക്കുന്ന സമയത്ത് വിളിക്കാതിരുന്നു കഴിഞ്ഞാലോ? നിങ്ങൾ ഉറക്കെ പറ. നമുക്കറിയാം, ലാലി ആൻറ്റി ഇടയ്ക്കൊക്കെ 15 മിനിറ്റ് താമസിച്ചാണ് പ്രാർത്ഥന കയറുന്നത് അല്ലേ? അങ്ങനെയല്ലേ? സ്തോത്രം. അപ്പോൾ പറയും, അത് ഷായി വിളിക്കുന്ന ആൾ വാസ്തേ, അല്ലെങ്കിൽ സനിക വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ പലരും എന്ത് പറ്റി, ഇന്നും ഒരാൾ കുത്തുകൊണ്ട് സ്വത്രം കഴിക്കാം. സ്വത്രം അത് പറയാ, മോൻ ഇപ്പം വിളിക്കും ബാസ്, അതുകൊണ്ട് ആണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറാത്ത കാര്യം. അപ്പം നമുക്കറിയാം, നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ മക്കൾ വിളിക്കുന്ന സമയത്ത് വിളിച്ചില്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഇപ്പോൾ ഇത് ആൻമോളിൻ്റെ അകത്തിരിപ്പുണ്ട്, ഞാൻ കുഞ്ഞ് വിളിച്ചില്ല എങ്കിൽ ഞങ്ങൾക്കും ഒരു മനസ്സിനകത്ത് അപ്പോൾ വിളിക്കും. എനിക്കറിയാം ചില സമയത്ത് അവളുടെ പ്രയാസം. എന്നാൽ ബീനെ വിളിച്ചിട്ട് എന്തടി ഞങ്ങൾ മറന്നോ എന്ന് ചോദിക്കും സ്വത്രം വഹിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞാൽ വിളിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ വിളിച്ചില്ല എങ്കിൽ ഹൃദയത്തിനകത്ത് നമുക്കൊരു ചെറിയൊരു ഭാരമുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ദൈവം പറഞ്ഞ രാവിലെ നമ്മൾ സംസാരിച്ചല്ലേ? അപ്പോൾ ഡെയിലി സംസാരിക്കും നിനക്ക് വേണ്ടി ചെയ്യാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി? പിടികിട്ടിയോ? വചനം പറഞ്ഞു, കാര്യസാധ്യം പറയാല്ലേ? കാര്യസാധ്യം പ്രയോഗിക്കുന്നവരെയും ദുരുപയോഗം ദൈവത്തിന് വെറുപ്പല്ലേ? ഈ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം കർത്താവും കാര്യം സാധിച്ചു കഴിഞ്ഞ ശേഷം പറ ഒരു സംസാരവും ഇല്ല. അപ്പോൾ ദൈവം പറയും, അങ്ങനെ പരിപാടി വേണ്ട, നിന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇച്ഛിച്ചല്ലേ, അങ്ങനെ വേണ്ട, നീ തന്നെ കാര്യങ്ങൾ ചെയ്തോളാൻ പറയും. എന്നാൽ ഇന്ന് രാവിലെ ദൈവമക്കൾ പഠിക്കേണ്ട കാര്യം, നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാ നിന്റെ ഉദ്ദേശങ്ങൾ. ഇതാ നമ്മുടെ ഈ മാസത്തെ മെസ്സേജ്. അപ്പം നമ്മുടെ പ്രവൃത്തികൾ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ മൊത്തം എന്ത് ചെയ്യും? സാധിക്കും. വാസ്തവത്തിൽ ഞാൻ ആ വെളിപ്പാടാണ് ഈ മാസം ഞാൻ പ്രസംഗിക്കുന്ന വാക്ക്. അതുകൊണ്ട് വളരെ ഈ ദൂതിൻ്റെ ആശയങ്ങൾ നിങ്ങൾ എടുക്കണം. അതിൻ്റെ വെളിപ്പാടായി കടന്നാൽ പോരാ, വെളിപ്പാട് ജീവിതത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ആ വെളിപ്പാട് അതുപോലത്തെ സ്വീകരിക്കണം. ആ വാക്ക് അപ്പോൾ ഒന്നുകൂടി വായിക്കാം. 33:17 വാക്യം വായിച്ചു. നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത കാലം അത്രയും നീ എന്ത് പറഞ്ഞാൽ ചെയ്യേണ്ട കടപ്പാട് എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാം, ഈ മാസം 9-ാം തീയതി ഞാൻ ഈ ദൂത് ആത്മനിയോഗത്തെ പ്രസംഗിക്കുമ്പോൾ ദൈവമക്കൾ എടുത്ത ആ ദൂതിന് മനസ്സിലാക്കിയ കർത്താവേ, എനിക്ക് ദൈവത്തോട് സംസാരിക്കണം. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവശ്യം വരുമ്പോൾ, എനിക്കൊരു കാര്യം വരുമ്പോൾ ഞാൻ ഒന്ന് വാ തുറന്നാൽ മതി, എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ തക്കവണ്ണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ സംസാരത്തിനകത്ത് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായ എൻ്റെ കാര്യത്തിൽ ദൈവം ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കും. ഞാൻ അതിനകത്ത് ഫുൾ ഗ്യാരൻറ്റീഡ് ആണ്. ഈ വചനം വെച്ച് പറഞ്ഞ വാക്കാണ്. ഇനി എന്താണ് തൻ്റെ കാര്യം സാധിച്ചു കൊടുക്കാൻ തക്കവണ്ണം ദൈവാത്മാ പ്ലാൻ ചെയ്ത വാക്ക്? നമ്പർ 1, 33-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. 33-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കുക. ദൈവമേ, എനിക്ക് ഒന്നാമത്തെ ഡിമാൻഡ് ആണ്, നിന്റെ പദ്ധതി എന്തെന്ന് രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ച് കയറി വരുമ്പോൾ ഒന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. നീ പോകുന്നു വരുന്നു, പക്ഷേ അങ്ങേക്ക് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് കാണുമല്ലോ. അങ്ങയുടെ വഴി എന്നെ അതാണ് ഒന്നാമത്തെ തൻ്റെ താല്പര്യം. നിങ്ങൾക്ക് അതൂത് മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ നീ എന്ത് പറഞ്ഞാൽ നിന്റെ കാര്യം സാധിപ്പിച്ചു തരാം.
അതിൽ ഒന്നാമത്തെ ഡിമാൻഡാണ്, കർത്താവേ നിന്റെ പ്ലാൻ, നീ എന്താണോ പദ്ധതിയിട്ടിരിക്കുന്നതോ ആ പദ്ധതിയെ നീ എന്നെ അറിയിച്ചു തരാമോ? എന്നാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് വരും, ആത്മധൈര്യം വരും, എൻ്റെ സംശയങ്ങൾ മാറും, എൻ്റെ അസ്വസ്ഥതകൾ മാറും. ഈ രാവിലെ ദൈവത്തിൻ്റെ വഴിയെ മോശയ്ക്ക് ദൈവം അറിയിച്ചു കൊടുത്തതുപോലെ ഈ പകൽ നമ്മുടെ സഭാരാധനയ്ക്ക് എൻ്റെ ദൈവത്തിൻ്റെ വഴി, എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ തലമുറയെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവാത്മാവ് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് മുന്നമേ എന്നെ ഒന്ന് അറിയിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് സംശയമില്ലാതെ വണ്ണം ആത്മധൈര്യത്തിൽ സഞ്ചരിക്കാൻ കഴിയുമല്ലോ. അപ്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല, എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ, പ്രതീക്ഷിക്കാമല്ലോ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം കൂടെ പറയാം. മോശയ്ക്ക് എപ്പോഴും മോശ വന്ന വഴി എന്ത് ചെയ്യാം അറിയാം. ഈ പാല് കൊടുത്ത് തട്ടി ഉറക്കുന്ന അമ്മ, എൻ്റെ ഭാഷയിലങ്ങ് പറയാം, ചീങ്കണ്ണിയുടെ വായി പോകേണ്ട നീയാണ് എൻ്റെ കൈ കിട്ടിയത്. അത് കാവ്യ രൂപത്തിലോ പാട്ടുരൂപത്തിലോ അല്ലെങ്കിൽ കഥാരൂപത്തിലോ ഈ അമ്മ പാൽ കൊടുത്തോളുന്ന സമയത്ത് എന്ത് ചെയ്യുക? പറ, തട്ടി പറഞ്ഞു, എടാ മോശെ, ചീങ്കൻ്റെ കൈ വീഴേണ്ട നിന്നെ എൻ്റെ കയ്യിലോട്ട് ദൈവം തന്നു. പറ, നിങ്ങൾക്ക് അതൂത് ആഴം മനസ്സിലാവുമെന്ന് എനിക്കറിയാം. മോനെ, മോളെ, നീ ചീങ്കൻ്റെ വായി വീഴേണ്ട സ്ഥാനത്ത് എൻ്റെ മടിയിലോട്ട് നിന്നെ തന്നു. അവൻ നീ ചീങ്കണ്ണി വായി വീണ് ചവച്ചരച്ച് രക്തക്കളമായി മാറിട നിന്നെ അവൻ എൻ്റെ കയ്യിലോട്ട് തന്നത് എൻ്റെ ദൈവം മാത്രമാണ്. അതിന് മോശേ, അവൻ നീ വന്ന വഴി മറക്കരുത്. അവൻ അനേക എബ്രായ ബാലന്മാരെ പിശാച് കടിച്ചു കുറിച്ച് തിന്നു കളഞ്ഞപ്പോൾ അവന്റെ വായി വീഴാതെ വണ്ണ നിന്നെ എൻ്റെ മടിയിൽ തന്നത് എൻ്റെ മകോ ദൈവമാണ്. എന്നോടൊപ്പം ചേർന്ന് കരമുയർത്തി പറയുമേ, എൻ്റെ തലമുറ നശിക്കാതെ, എൻ്റെ കുടുംബം നശിക്കാതെ, എൻ്റെ ജീവൻ നശിച്ചു പോകാതെ അവൻ ആ ജീവിതത്തെ മടക്കി തന്ന എൻ്റെ ഒരു മകോ ദൈവമുണ്ട്. ആ ദൈവത്തിന് കോടി മഹത്വം കൊടുക്കുകയാണ്. അഖിദേവിൻ്റെയും കൂട്ടുകാരൻ ഒരു പനി വന്ന് മരിച്ചു. എന്നാൽ ആ സ്ഥാനത്താണ് ഈ കുഞ്ഞുങ്ങളെ ദൈവം പനി വന്നിട്ടും പനിക്ക് തന്നെ തൊടാൻ പറ്റാത്ത കാര്യം അമ്മയ്ക്ക് മടക്കി കൊടുത്തു, കുടുംബത്തിന് മടക്കി കൊടുത്തു. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രമേ. അല്ലേ, നമ്മൾ എത്രയോ അപകടങ്ങൾ കണ്ടു, എത്രയോ അനിഷ്ട സംഭവം കണ്ടു. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോയ വ്യക്തികളെ പോലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് കർണാടകയ്ക്ക് പോയ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനകത്തുള്ള കണ്ടക്ടർ ഡ്രൈവർ മരിച്ചുപോയി. അവർ ഉറങ്ങിയതാണോ അതിൻ്റെ അലസമായി ഡ്രൈവ് ചെയ്തതാണോ എന്നറിയത്തില്ല, അതിൻ്റെ വ്യക്തമായി അറിയില്ല. പക്ഷേ ഞാൻ പ്രകാരം എത്രയോ വ്യക്തി ദാരുണമായി മരിച്ചു വീണു. അതിനകത്തൊരു പാസഞ്ചേഴ്സ് അദ്ദേഹം വെന്റിലേറ്ററിലാകുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരമില്ല. അതിനെക്കുറിച്ച് അറിയണമെന്ന് സോഷ്യൽ മീഡിയക്കകത്ത് പ്രചരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു അനാഥ പ്രേതം പോലെയോ അനാഥ വ്യക്തിത്വമായിട്ട് തകർന്നു പോകാതെ വണ്ണ ദൈവം നമ്മുടെ കൂടാരത്തിനകത്ത് തന്നത് തമ്പുരാന്റെ കൃപയാണെങ്കിൽ എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് രാവിലെ പറയാൻ പറ്റുക, എൻ്റെ മോനെ അവൻ നിന്നെ ചിങ്കണിന് വായി കൊടുക്കാതെ വണ്ണ എൻ്റെ മടിയിൽ തന്നെ ഇരുത്തിയത് തമ്പുരാന്റെ കൃപയായതുകൊണ്ട് അവൻ നീ മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും അധികം, നീ മറ്റാരോട് കൂടെ നടക്കുന്നതിനേക്കാളും അധികം, നീ മറ്റാരോട് ഇടപെടുന്നതിനേക്കാളും അധികം അവൻ നിന്നെ രക്ഷിച്ച് വിടുവിച്ച് വീണ്ടെടുത്തവനായ യഹോവയോട് മാത്രം സംസാരിക്കാവൂ, അവനോട് മാത്രം സഞ്ചരിക്കാവൂ എന്ന് അമ്മ ദൈവസന്നിധി പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്ന് രാവിലെ മാതാപിതാക്കള് ആത്മാവിൽ പറയാ, അവൻ നമ്മുടെ തലം തകരാതെ വണ്ണം, അവൻ തലം ഉടയാതെ വണ്ണം അവൻ ദൈവം നമുക്ക് മടക്കി തന്നുവെങ്കിൽ ആ തലമുറ വേണം ദൈവത്തോട് സംസാരിക്കാൻ, ആ തലമുറ ദൈവത്തെ ഇടപെടണം, ആ തലമുറ ദൈവത്തോട് സഞ്ചരിക്കണം. നീ ദൈവത്തെ സംസാരിക്കാൻ നിനക്ക് ജീവിതം മടക്കി തന്നത്, നീ ദൈവത്തിന് കൂടെ നടക്കാനാണ് ആ ജീവിതം മടക്കി തന്നത്. നീ ദൈവത്തെ നടക്കണം. അവൻ നടന്നില്ല എങ്കിൽ പിശാചിനെ വലിച്ചു കൊണ്ടുപോകാൻ നശിപ്പിക്കും. പ്രൈസ് ഗോഡ്. കരങ്ങളെ അടിച്ച് ആത്മാവിന് നന്ദിയോടെ പറയാ, നിന്നെ വീണ്ടെടുത്ത് വിടിവിച്ചത് ദൈവത്തെ നടക്കാനാണ്, ദൈവത്തെ സംസാരിപ്പാനാണ്. മറ്റാരും സംസാരിക്കുന്നതിനേക്കാൾ അധികം നീ ദൈവത്തെ സംസാരിക്കണം. ശബ്ദരാധന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് പഠിച്ച
ഞങ്ങളുടെ ബാച്ചിനകത്ത് പഠിച്ച 2 കർത്തുദാസന്മാർ ഈ ലോകത്ത് വിട പറഞ്ഞു. പാസ്റ്റർ തമ്പാൻ വർഗീസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഓഫീഷ്യനായി ഞങ്ങൾ തമ്പാൻ എന്ന് വിളിക്കുന്നത്. തമ്പാൻ നല്ല കഴിവുള്ളവരാണ്. തമ്പാൻ്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് വൽഗീതത്താൽ ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പ് കട്ടണം ചെയ്തു. ഒരിക്കൽ തമ്പാൻ പ്രസംഗിച്ചൊരു വാക്കാണ്. ഞാനത് ഓർത്തിട്ട് എപ്പോഴും തമ്പാൻ പറയടാ, നിൻ്റെ പ്രസംഗം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നീ ആ വാക്ക്, നീ വൽഗീതത്താൽ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിന്നെയാണ് ഓർമ്മ വരുന്ന വാക്ക്. പക്ഷേ അവൻ്റെ തലയിൽ ചെറിയൊരു വേദന വന്നു. ആ വേദന തൻ്റെ ബ്രെയിൻ ട്യൂമറായിരുന്നു. തൻ്റെ വളരെ കുഞ്ഞു പ്രായമുള്ള തൻ്റെ 2 കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അദ്ദേഹം ലോകത്ത് വിട പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കണ്ട സമയത്ത് ആ സഹോദരി ഓടി വന്ന് പറഞ്ഞ വാക്ക്, പാസ്റ്റേ എന്നെ മറന്നോ? ഞാൻ പറഞ്ഞു, അങ്ങനെ മറക്കാൻ പറ്റുമോ? സ്തോത്രം. ദൈവം ആ തലമുറകളെ കർത്താവ് മാനിച്ചു. മൂത്ത കുഞ്ഞിനെ ദൈവം അമേരിക്കയിൽ വിടാത്തക്ക അവസരം കർത്താവ് ഒരുക്കി. ആ കുടുംബത്തെ കർത്താവ് ആദരിച്ചു. മറ്റു ദൈവദാസൻ എഡ്വേഡ് എന്ന് പറഞ്ഞ 5 സ്വദേശിയാണ്. അദ്ദേഹത്തിന് പ്രായമുണ്ടെങ്കിൽ തന്നെയും ആ പ്രിയപ്പെട്ടവൻ ചെറിയ നിസാര രോഗനിമിത്തം നഷ്ടപ്പെട്ടു പോയി. അതിന് ശേഷിച്ചായി എന്നെ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ പറഞ്ഞ അർത്ഥമെന്ന കാര്യം, എത്രയോ ശ്രേഷ്ഠന്മാർ പട്ടുപോയ രണാങ്കണത്തിൽ ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ദൈവത്തോട് സംസാരിക്കാനാണ്, ദൈവത്തോട് നടക്കാനാണ്. ചീങ്കണ്ണിയുടെ വായിക്കത് വിടാതെയാണ് നമ്മെ നിർത്തിയത്. തമ്പുരാന് കൃപയൊന്നും മാത്രം കരമടിച്ചൊന്ന് ആത്മാവിൽ പറയാമോ? ദൈവം വിശ്വസ്തനാണ് കേട്ടോ. തമ്പുരാൻ കടക്കാനല്ല. ഈ രാവിലെ പറയുക, മോശ ദൈവത്തെ കർത്താവേ അങ്ങയോട് സംസാരിക്കുക, അങ്ങയോട് നടക്കും. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു, അങ്ങയുടെ വഴിയെ എന്നെ ഒന്ന് അറിയിക്കണമേ. ആ അങ്ങയുടെ വഴി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തകരാതെ നിൽക്കാൻ പറ്റിയ തമ്പുരാന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കർത്താവിന്റെ വാക്കാകുന്നു, നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തു തരും. അതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ്. നീ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അപ്പോൾ ഒന്നാമത്തെ ഡിമാൻഡ് എന്തായിരുന്നു? കർത്താവ് നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. അറിയിച്ചോ? ദൈവം മാപ്പിട്ട് കർത്താവ് കൊടുത്തു. ദൈവം കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ എന്ത് ചെയ്തു? അറിയിച്ചു. അപ്പോൾ തനിക്ക് എന്തുണ്ടായി? ഒരു ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ടായി. കാരണം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ കാര്യം ബോധ്യപ്പെടുത്തി. 2-ാമത്തെ വാക്ക് 15-ാമത്തെ വാക്യം വായിക്കാമോ ജയ്സേ? വാക്യം 15-ാമത്തെ വാക്യം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ. 2-ാമത്തെ ഡിമാൻഡ്, ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യം എനിക്ക് വേണം. ഒരു സ്തോത്രം ചെയ്യാമോ? തനിക്ക് 2 വീട് വേണമെന്നോ, ബെൻസ് കാറ് വേണമെന്നോ, നല്ല ജോലി വേണമെന്നോ, സമ്പത്ത് വേണമെന്നല്ല തൻ്റെ ആഗ്രഹം. പിന്നെ എന്തോ പറഞ്ഞ വാക്ക്? ഒന്ന്, എനിക്ക് അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം. 2-ാമത്തെ വാക്ക്, അങ്ങയുടെ സാന്നിധ്യം, ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോയാൽ അങ്ങ് എൻ്റെ കൂടെ, ഞാൻ അകത്ത് വന്നാൽ നീ എൻ്റെ കൂടെ, ഞാൻ എവിടെ ഇരുന്നാലും ഇരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ കുടുംബപ്പുറപ്പാണെങ്കിൽ തന്നെയും നമ്മൾ പറയുന്ന വാക്ക് ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ ആരാ ജയ്സേ? ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടല്ലേ? ആണോ അല്ലയോ? പറഞ്ഞേ. ഇന്ന് ഈ മാസം എക്സസൈസ് ചെയ്ത് നോക്കിയേ. ആ വിഷയം ഒന്ന് എക്സസൈസ് ചെയ്തേ. ഒന്ന് അത് മീൻസ് എന്താ? എക്സസൈസ് മീൻസ് അതൊന്ന് നമ്മളത് പ്രായോഗിക പദത്തിൽ കൊണ്ടുവന്ന് നോക്കിയേ, നമ്മൾ ഉപയോഗിച്ച് നോക്കിയേ. അത് നമുക്ക് നിശ്ചയമായിട്ട് റിലാക്സ് ആകും. എന്നിട്ട് അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ അത്ഭുത സാക്ഷ്യമായിരിക്കും. അടുത്ത ആഴ്ച ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ സാക്ഷ്യം മാത്രം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാം. കേട്ടോ അച്ഛാ? എക്സസൈസ് ചെയ്യുന്ന അച്ഛാ, ഇന്ന് പോയി ഈ മെസ്സേജ് കേട്ടിട്ട് കർത്താവ് ഒന്ന് അങ്ങയുടെ വഴി എന്നെ എന്ത് ചെയ്യണം? അങ്ങനെ ദൈവത്തിൻ്റെ വഴി എന്നെ അറിയിക്കണം. ഞാൻ ആരാ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പോകുന്നു വരുന്നു, നമുക്ക് പാസ്റ്റർക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾ എവിടെ പോകുന്നു. അപ്പോൾ ഞാൻ പറയാണ്, സിസ്റ്റർ ബ്രദറെ നിങ്ങളുടെ വഴി എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ അറിയിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആരാ നിൽക്കുന്നു? അത് തന്നെയാണ് ബൈബിളിനകത്ത് വാക്കാണ്. ദൈവത്തിൻ്റെ വഴി ദൈവം മോശയ്ക്ക് എന്ത് ചെയ്തു? തെളിയിക്കാൻ തക്കൊണ്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ ആര്? ഞാൻ പറഞ്ഞ കാര്യം ഓർത്തോണം. ഫിലിപ്പ് 2:5 വാക്യം അകത്തിരിക്കണം. ദൈവത്തിൻ്റെ ഫിലിപ്പ് 2:5 പറ. ഭാവം, മൈൻഡ്, ഗാഡ്സ് മൈൻഡ് എന്നാണ്. ദൈവത്തിൻ്റെ മൈൻഡ്, ക്രിസ്തുവിൻ്റെ മൈൻഡ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ക്രിസ്തു നമ്മൾ പറയുന്ന വാക്ക് ക്രിസ്തു എന്ത് ചെയ്യും? ഈ ആഴ്ച ഒന്ന് നിങ്ങൾക്കത് പ്രായോഗികപത്ത് കൊണ്ടുവരാൻ കർത്താവേ നീ അത് ചെയ്യണം. സ്തോത്രം. കരങ്ങൾ പുറത്ത് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ വഴി എന്നെ അറിയിക്കണം. 2-ാമത്തെ വാക്ക്, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോകണം. കാര്യം തനിക്കറിയാം,
ഈ ചീങ്കണ്ണിയുടെ ആത്മാവ് ഇന്ന് വന്നിട്ടില്ല, മാറിയിട്ടില്ല. ഓരോ റിസൾട്ട് വരുന്തോറും ആരും വരും, വിഴുങ്ങാൻ തക്കണം വായും തുറന്ന് ചീങ്കണ്ണി വരും. അപ്പൊ എന്നെ വിഴുങ്ങാൻ ആരുണ്ട്? ഇപ്പോഴും ചീങ്കണ്ണി ഉണ്ട്. അപ്പൊ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലോ ആ ചീങ്കണ്ണിന്റെ അടുത്ത് വരികയില്ല. അപ്പൊ എന്നെ തകർക്കാൻ, എന്നെ കൊല്ലാൻ, എന്നെ നശിപ്പിക്കാൻ തക്കവണ്ണം ആ പഴയ പിശാച് അവൻ മരിച്ചിട്ടില്ല. ആ പിശാച് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ദൈവമേ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് വിഴുങ്ങുന്ന പൈശാചികമായ വെല്ലുവിളി വെളിപ്പെട്ട് വന്നാൽ ദൈവ സാന്നിധ്യം നിൽക്കുന്ന കാലമത്രേ എന്നെ വിഴുങ്ങാൻ പറ്റില്ല. കരമടിച്ച ആത്മാവ് പറയാമോ, എന്റെ തലമുറ വിഴുങ്ങാൻ പറ്റില്ല. ഓൺലൈൻ ദൈവമക്കളെ, നിങ്ങളോട് ആ ദൂത് കൈമാറുകയാണ്. അവൻ നിങ്ങളുടെ ദൈവസാന്നിധ്യമുള്ള കാലമത്രേ അവൻ നിങ്ങളെ തൊടാനോ തലമുറയെ തൊടാനോ വിഴുകിക്കളയുവാനോ വഴിമ നശിക്കുവാനോ പിശാച് സമ്മതിക്കില്ല. പിശാച് കാണുമ്പോൾ ഓടിപ്പോകുക. കാര്യം അവന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉള്ള കാലമത്രേ എനിക്ക് പരാജയമില്ല, ജീവിതത്തിൽ വിജയം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ജയം. ഇനി ഞാൻ ആ ഭാഗത്തിന്റെ ഒന്നിന്റെ ആശയം പറഞ്ഞിട്ട് മടങ്ങി വരാം. ഇനി അത് മൂന്നാമത്തെ കാര്യം, 33-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 33:18. ആമി വായിച്ച 33:18 അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. അടുത്ത വാക്ക് തേജസ് കാണിക്കണം. ഒന്ന്, അങ്ങനെ വഴി എന്നെ അറിയിക്കണം. 2, അങ്ങനെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. 3, എനിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം ദൈവ തേജസ്സാണ്. അത് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കത് കണ്ടേ പറ്റൂ. ആ തേജസ് കാണാൻ പറ്റാത്ത കാലം അത്രയും എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് എനിക്ക് നന്നറിയാം. ഞാൻ അതിനെ ഒരു ചെറിയൊരാശയം കൊണ്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 34-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിരാമോ? 29-ാമത്തെ വാക്യം ലാസ്റ്റ് വരേണ്ട വാക്കാണ്, ഞാൻ ഇടയ്ക്ക് കയറുന്നു. 29 വായിച്ചേ. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന് ത്വക്ക് പ്രകാശിച്ചു. തേജസ് വന്നപ്പോ എന്ത് കിട്ടി? എന്ത് പ്രകാശിച്ചെന്ന? ത്വക്കെന്ന് പറഞ്ഞാൽ ഈ തൊലി തന്നെ, സ്കിൻ. അപ്പൊ ദൈവ തേജസ് വന്നു കഴിഞ്ഞാൽ കടുംപെട്ട് പോലെ ഇരിക്കത്തില്ല, ആണോ? ചിരിക്കാതെയും കടുപ്പിച്ചും ഇരിക്കുവോ? പറ, ഇന്ന് ചിരി റിലാക്സ് സ്വന്തം പറ. നമ്മൾ ഈ മ്യൂസിയത്തിരിക്കുന്ന മൃഗങ്ങളെ പോലെ അല്ലല്ലോ ആലയത്ത് വരുമ്പോൾ സ്വത്രം, ആണോ? പിന്നെന്താണ്? ഒരു പാട്ട് പാടുമ്പോൾ, ഒരു കൈയടിക്കുമ്പോൾ, ഒരു ദൈവത്തിന് മെസ്സേജ് കേൾക്കുമ്പോൾ ചിരിക്കാൻ്റെ സ്വത്രം അല്ല, സ്വത്രം ഒരു ചിരി അങ്ങ് വരും. ആ ചിരിയാണ് ആർക്ക് വേണ്ടത്? ത്വക്ക് പ്രകാശിക്കും. ആ ത്വക്ക് പ്രകാശിക്കുമ്പോൾ ഓർത്തോണം തേജസ്സിൽ കൂടെ നടക്കുകയാണ്. സ്വത്രം ആമേൻ പറയാമോ? സ്വന്തം പറയാം. അപ്പൊ മോശ ത്വക്കെന്ത് ചെയ്തു? നമ്മൾ ഈ സഭാരണ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു നോക്കി. പട്ടെന്നാരും പറയത്തില്ല, എന്നാലും പറയും. നിങ്ങൾ കണ്ടപ്പോൾ ഇപ്പോൾ ആരിനെ കഴിഞ്ഞ് മാർജിൻ ഫ്രീ കയറുകയാണ്, നമ്മൾ ഓരോ സാധനം എടുക്കുകയാണ്, നമ്മൾ മൂളി പാട്ടും പാടിക്കൊണ്ട് എന്ത് ചെയ്യുക? അല്ലേ? ചിരിക്കുകയാണ് സ്വത്രം. മൂളി പാട്ടും പാടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ ഉരുളക്കിഴങ്ങും ഓരോ ഉള്ളിയും ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു മൂളിപ്പാട്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ മുഖത്തൊരു വല്ലാത്തൊരു, അവർ അന്യഭാഷ പറഞ്ഞിട്ട് വന്ന് കയറിയത് സ്വത്രം. താഴെ അന്യഭാഷ മേളിൽ വന്നപ്പോൾ ഇത്യാവശ്യം ഉണ്ടായ സ്വത്രം. അപ്പോൾ പറയും, നിങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു പ്രിയ സിസ്റ്റർ പറയുന്നത്, പ്രിയ സിസ്റ്റർ മൂടവിട്ടായി വന്നെങ്കിൽ ആണോ? ഇല്ല, പിന്നെ ചിരിച്ചു സ്വത്തം പറയാം. പ്രേരിക്ക സ്വത്രം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ആ മുഖത്ത് തേജസ് വന്നു. എങ്ങനെ വന്നു? ത്വക്കിൽ. നമ്മൾ പറയുന്ന ഭാഷ, എൻ്റെ ത്വക്ക് ഇങ്ങനെയാണെങ്കിൽ അകത്ത് പിന്നത്തെ കാര്യം, പിന്നെ ആദ്യം പുറത്ത് കാണിക്കുക സ്വത്രം. അതെ, സ്വത്രം ചെയ്യുക. ഇപ്പൊ രണ്ടുമില്ല, അകത്തുമില്ല. ഞാൻ ഇന്നലെ രാത്രി വീട് പറഞ്ഞു, ബീനയ്ക്ക് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ സമയത്ത് അറിയത്തില്ല. പ്രകടിപ്പിച്ചാൽ പിന്നെ നിർത്താനും ഭയങ്കര പാടുപാട് സ്വത്രം ചെയ്യിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം കാര്യം, ഈ വാക്യം ഓർത്തോണം. മോശ ത്വക്കെന്ത് ചെയ്തു? അങ്ങനെയല്ലേ സ്വത്രം? എൻ്റെ സപ്പോർട്ട് എൻ്റെ മോൻ്റെ അടുത്തിരിപ്പോൾ സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം, മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. അപ്പൊ മോശ ത്വക്ക് പ്രകാശിക്കാനും കർത്താവ് നിന്റെ തേജസ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ തേജസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് ചോദിച്ചാലും കൊടുക്കാന്ന് പറഞ്ഞോ? ആമ ചോദിച്ചു കൊടുത്തു. തേജസ് കണ്ടു, ത്വക്ക് തന്നെ പ്രകാശിച്ച് കാണുന്നു. പ്രദർശന മാസം
കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചോദിച്ചാലും, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമുണ്ട്. ഒരു വർഷം ഞാൻ അന്വേഷിച്ച് നടന്നു. ഞാൻ വേറൊരു സ്റ്റേറ്റിലായിരുന്നു പക്ഷേ അവിടെ മലയാളികളല്ല. നമ്മുടെ ആഹാരം കിട്ടണം മലയാളിയുടെ കിട്ടണം. പക്ഷെ ഞാൻ ഓർത്ത്, കർത്താവ്, എൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാപ്പാര ട്രെയിനിൽ പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ സൈഡിൽ നിന്നുകൊണ്ട് നോക്കും ആ സാധനം ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങാമെന്ന്. പക്ഷേ ഒരു ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ കണ്ടു, അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷനാണ്. ഞാൻ ചാടി ഇറങ്ങി. എൻ്റെ ആ പാട്ടവും പരസ്യം പ്രാവുഡും കൊണ്ട് ക്രിയേറ്റിവിറ്റി ബോണസ് സഹിതം ഞാൻ തീർത്തു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ വാക്ക്, ഏത് ആഗ്രഹത്തെയും ദൈവം എന്ത് ചെയ്യും? സാധിച്ചിരും. നമ്മൾ ചെറിയ മുട്ടായി ചോദിച്ചാൽ പോലും ദൈവം എന്ത് ചെയ്യും? കാര്യം ചെയ്തുതരും. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. കരമൊന്ന് ഉയർത്തി കർത്താവ് സ്വന്തം പറഞ്ഞ്, എൻ്റെ വിശ്വസ്തനാണ്. കരമൊന്ന് സ്വന്തം പറഞ്ഞാണ്. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്കത് പറയാൻ നാണക്കേടില്ല കേട്ടോ. എൻ്റെ സുഹൃത്തുണ്ട്, അവൻ്റെ പേര് എനിക്ക് വിട്ടുപോയി. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവനിപ്പോൾ വെള്ളമടിച്ച് പൂക്കുറ്റി നടക്കാണ്, രാഷ്ട്രീയക്കാരൻ നിൽക്കുന്നു. അപ്പോൾ അവൻ്റെ നല്ല സുഹൃത്താണ്. സ്തോത്രം. അവന് വേറൊരു പട്ടപ്പേരുണ്ട്, അത് വിളിക്കുന്നതുകൊണ്ടാണ് ഒറിജിനൽ പേര് അകത്ത് കയറി വരാത്ത കാര്യം. സ്തോത്രം. അപ്പോൾ ഇവൻ്റെ ഷൂസ് ഉണ്ടായിരുന്നു, നല്ല രസമായ ഷൂസാണ്. അപ്പോൾ ഞാൻ പറയടാ, ഒരു ദിവസം എനിക്ക് വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്ക് തന്നു. ഞാൻ അതിനെ വേറെ രൂപത്തിലാക്കി, എൻ്റെ രൂപത്തിലാക്കി. പക്ഷേ അതങ്ങനെ ആക്കാൻ പാടില്ല എന്ന് ഞാൻ ഓർത്തോ. ഞാൻ ആ രൂപം മാറ്റി ഉപയോഗിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുത്തങ്ങ് ഷൂസ്. കൊടുത്ത സമയത്ത് അവന് പറഞ്ഞു, വിടാ, ഞാൻ തന്ന രൂപമല്ലല്ലോ തിരിച്ചു തന്ന കാര്യം. പക്ഷെ അവൻ എന്നോട് ഒരു വാക്കുപോലും എന്ത് ചെയ്യില്ല, അവൻ പറഞ്ഞില്ല. എന്നാൽ അതേ സെയിം ഷൂ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അവനെ ഞാൻ പെട്ടെന്ന് ഓർക്കാറുണ്ട്. കാര്യം നമ്മുടെ ഇല്ലായ്മയിൽ നാം ഉപയോഗിച്ചവരെ തന്നവരെയും. അപ്പോൾ ദൈവം നമ്മുടെ അകത്തെ ചെറിയ ആഗ്രഹത്തെ പോലും സഫലമാക്കുന്ന ദൈവവും വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞ അർത്ഥം, നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്ത് തരുമെന്നല്ലേ ഈ വാക്യത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞു. നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യുമെന്ന് ദൈവം വാക്കുകൊടുത്തുവെങ്കിൽ ഇന്ന് രാവിലത്തെ മെസ്സേജ് ഓർത്തോണം. ഈ ആഴ്ചയിൽ നാം എന്ത് പറഞ്ഞാലും എൻ്റെ ദൈവം എനിക്ക് ചെയ്ത് തരും. അതിന് ഞാനും എൻ്റെ ദൈവവും ഒന്നായിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം മോശ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം. 2, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. 3, അങ്ങയുടെ തേജസ് എനിക്ക് ആവശ്യമാണ്. ഈ രാവിലെ കരം തട്ടി പറയാമോ, നമ്മുടെ ആഗ്രഹത്തെ മൊത്തം സഫലമാക്കി മാനിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാൽ നമ്മുടെ കാര്യത്തിനൊത്തൊന്നും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ഒരു കുറവ് പോലും ദൈവം ഒരിക്കലുമില്ല. ഞാനത് 100% ഞാൻ ചെയ്ത്, ഞാൻ ഒരു വാക്യം കൂടെ ഇടയ്ക്ക് വായിച്ചാൽ നമുക്ക് തെറ്റില്ല. ഇടയ്ക്ക് വായിക്കുന്ന വാക്കാണ്. ആവർത്തനം 1:11 വാക്യം വായിച്ചാട്ടെ. ആവർത്തനം 1:11 വാക്യം പെട്ടെന്ന് വായിച്ചേ. ആവർത്തനം 1:11 വാക്യം മൈക്കിൽ കൂടെ വായിക്കേ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളിച്ചതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാര് വായിക്കൂടെ പോയ ജയ്സേ? ഈ വാക്യം ആര് വായിക്കൂടെ പോയ? ഉറക്കെ പറ. മോശയുടെ വായിക്കൂടെ പോവാണ്. നിങ്ങൾക്ക് ഇന്നുള്ളതിനെക്കാട്ടിയും 1000 ഇരട്ടി എന്ന വാക്ക് പറഞ്ഞ ആരെ വായിക്കൂടിയ? മോശ. ഇത് പറഞ്ഞ വാക്ക് ഓർത്തോണം. മോശ എന്തു പറഞ്ഞുവോ അത് മൊത്തം ദൈവം ചെയ്തു കൊടുത്തതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് ആ ജനത്തോട് പറഞ്ഞ വാക്ക്. നിങ്ങൾക്ക് ഇന്ന് എന്തുണ്ട് അതിൻ്റെ 1000 മടങ്ങ് എന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷർട്ടിട്ടുണ്ട് പോയപ്പോൾ ഒരാൾ എൻ്റെ പറഞ്ഞു, കൊള്ളാമല്ലോ വാസ്തയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണമോ? കിട്ടിയാൽ കൊള്ളാം. ഞാൻ പിറ്റേ ദിവസം കൊണ്ടങ്ങ് കൊടുത്തു. സ്വത്രം ചെയ്യുക. കാര്യം എനിക്ക് ഷർട്ട് ദൈവം തന്നിട്ടുണ്ട്. ഇനി തരുമെന്ന് എനിക്ക്. ഞാനിപ്പോൾ ഏറ്റവും ഗിഫ്റ്റ് കൊടുക്കുന്ന ഷർട്ടുകളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാര്യം ഒരിക്കൽ ഞാൻ ഷർട്ടിന് വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ദൈവം 1000 ഇരട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബൻ ബ്രദർ കുറച്ച് ഷർട്ട് കൊണ്ടുവന്നു, വൈറ്റ് ഷർട്ട്. പക്ഷെ അത് എനിക്ക് കട്ടി അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാം കിട്ടിയെന്നെങ്കിൽ തരാമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഓർത്തു, നമ്മളെല്ലാവർക്കും ഓരോ പീസ് വൈറ്റ് ഷർട്ട്. ഞാൻ സാമിനൊരിക്കൽ പറഞ്ഞിടാ, ഇത് ടെക്സ്റ്റൈൽസ് കൊണ്ടുപോയിട്ട് ഓരോ ഷർട്ടിൻ്റെ പീസായിട്ട് കട്ട് ചെയ്ത് സാം ഇന്ന് വരെയും ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ അവൻ ചെയ്തു തന്നില്ല. എങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഷർട്ട് എന്ത് ചെയ്യാമായിരുന്നു. എനിക്കൊന്ന് 10-15 ഷർട്ട് കാണുമെന്ന് തോന്നുന്നു. സ്വത്രം വഹിക്കാം. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. സ്വത്രം. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് പോകാൻ പറഞ്ഞു, ഇനിയും കുറച്ച് ഇരിപ്പുണ്ട് പാസ്തയെന്ന്. ഞാൻ ഇതാദ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു.
നോക്കണേ, നമ്മൾ എന്ത് ചോദിച്ചാലും കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇത് പോയി മൊഴി പറഞ്ഞ വാക്കല്ല, അവിടെ ചോദിച്ചിട്ട് പോകണം സ്വോത്രം. അതൊന്ന് മുറിക്കാൻ തക്കവണ്ണം പെട്ടെങ്കിൽ എനിക്ക് അതിൻ്റെ സൈഡ് ബീനയ്ക്ക് അറിയാൻ തോന്നുന്നു സ്വോത്രം. അറിയാമോ? കത്രിയും ഉണ്ട്, അളവുകോലും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് മിഷനും ഉണ്ട്. മുറിക്കാൻ മാത്രം അറിയത്തില്ല സ്വോത്രം. മുറിക്കാമോ? ഞാൻ തരാം. മുറിച്ച് കൊണ്ടുപോവാ. നമ്മളെ വിശ്വാസികൾക്കെല്ലാം കൊടുക്കാം സ്വോത്രം പേയ്ക്കാം. അവർ നാളെ കർത്തൃമേശയ്ക്ക് എല്ലാവരും നല്ല വെയിറ്റ് ഇട്ടുകൊണ്ട് വരട്ടെ സ്വോത്രം പേയ്ക്കാം. കരുവ് കർത്താവ് സ്വോത്രം പറഞ്ഞാടെ പ്രേ ഒരാമയം പറഞ്ഞാടെ ശക്തിയോട്. ഞാൻ പറഞ്ഞ അർത്ഥം, ദൈവം ആർക്ക് കടക്കാരൻ അല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം തരാൻ വിശ്വസ്തനാണ്. ഞാൻ ഭൗതികത്തെ സ്ട്രോങ് ആയിട്ട് പറയുന്ന വാക്കല്ല, ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറയുന്ന വാക്കാണ്. ഇനി 4-ാമത്തെ കാര്യത്തിൽ വരാം. 33-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 33:20 വാക്യം. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. എന്നാൽ താൻ പറഞ്ഞ വാക്ക് എനിക്ക് കാണണം. എന്ത് കാണണം? ദൈവത്തെ കാണണം, ദൈവത്തിന്റെ മുഖം കാണണം. പുള്ളി ഒരു വാക്ക് മുഖാമുഖം സംസാരിച്ച്, അഭിമുഖമായി സംസാരിച്ചു എന്നാണ്, പക്ഷെ മുഖം മറച്ചാണ് സംസാരിച്ചത്. എന്താ കാര്യം? ഇപ്പം മുഖം മറച്ചിട്ട് പോലും യേശുവിനെ കൊണ്ടെടുത്തേക്ക് നമുക്ക് അറിയാം, കണ്ടിട്ടില്ലേ? ദൈവത്തിന്റെ മുഖം മറച്ചിട്ട് പോലും ഇപ്പോൾ എന്ത് ചെയ്യാ? എവിടെ നോക്കിയാലും കേശവസ് ജയിച്ചു പോയാലും അവിടെ ഒരു യേശു ഇരിപ്പുണ്ട്. അമ്മ നാലാഞ്ചിറ പോലെ യേശുവിൻ്റെ ബഹളമേ ഉള്ളു. ഇപ്പോൾ യേശുവിൻ്റെ അമ്മയും അയ്യോ കഷ്ടം, പാവപ്പെട്ടവരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചു ഒരു കുട കൂടി കൊടുത്തിരുന്നെങ്കിൽ നനയാതിരിക്കുമായിരുന്നു. സ്വോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മോശ അടുത്ത 4-ാമത്തെ ഒരു താല്പര്യമാകുന്നു, എനിക്ക് അങ്ങയുടെ മുഖം കാണണം, നിർബന്ധമാണ്. തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ എൻ്റെ മുഖം കണ്ടവരെ ആരും ഇന്നവരെയും ജീവിച്ചില്ല. പക്ഷെ ആ ഒരു കൊച്ചു കുഞ്ഞ് പിടിവാശിയോടെ സംസാരിക്കുന്ന പോലും ഇല്ല. എനിക്ക് എന്നോട് അഭിമുഖമായി അക്കമിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സംസാരിക്കുന്ന എൻ്റെ മകാ ദൈവത്തെ എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ രാവിലെ പരിശുദ്ധാത്മ പറയാം, മോശ അന്ന് ശടിച്ചുവെങ്കിൽ അന്ന് മോശയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ഇസ്രായേലായ നമുക്ക് എൻ്റെ യേശുവിന് എത്രയോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. കരമടിച്ചു ആത്മാവിശ്വാസം ചെയ്യാ. ഇന്ന് രാവിലെ പിതാക്കന്മാർ കാണാൻ കൊതിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ, പിതാക്കന്മാർ ആഗ്രഹിച്ച് ലഭിക്കാത്ത കാര്യങ്ങൾ പിൻതലമുറയ്ക്ക് വേണ്ടി ദൈവാത്മാവ് കാണിക്കുക അനുഭവിക്കുക ചെയ്യാൻ ദൈവപ്രസാദമാണെങ്കിൽ കരമടിച്ച് ആത്മാവിൽ പറയാൻ, എന്റെ ദൈവം വിശ്വസ്തനാണ്, കർത്താവാൽ കിടക്കാനല്ല. ദൈവത്തിന് കരമടിച്ച് യേശുവേ ഒരു മോശയോട് ഒരു യഹോവ ദൈവം അഭിമുഖം സംസാരിച്ചപ്പോൾ തനിക്ക് സംസാരിച്ചവനെ കാണാൻ തക്കവണ്ണമുള്ളൊരു തോന്നിയതുപോലെ ഇന്ന് രാവിലെ മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ പ്രകർത്താവേ, എനിക്ക് വന്ന് അങ്ങയുടെ മുമ്പാകെ അങ്ങയുടെ മുഖം അനുഭവിക്കാൻ കാണുവാൻ എനിക്ക് ഭാഗ്യം നൽകുന്ന സ്തോത്രം. ആള് ചുങ്കം പിരിക്കുന്നവനാണെങ്കിലും ആള് വളർച്ചയിൽ കുറിയവനാണെങ്കിലും പുള്ളിയുടെ ഒരു വലിയ ആഗ്രഹമാണ് യേശുവിനെ ഒന്ന് കാണണം. പുള്ളി കേട്ടു, അത്ഭുതം അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആ യേശുവിനെ എനിക്കൊന്ന് നല്ല ആഗ്രഹമല്ലേ? നല്ല ആഗ്രഹമല്ലേ? ഒരാമയും പറഞ്ഞേ, നല്ല ആഗ്രഹമല്ലേ? നല്ല ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ പ്രവൃത്തിയെ സമർപ്പിക്കുക, നിന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുക. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. സ്തോത്രം. അല്ല, ഏറ്റവും ഹൈലി സബ്ജക്റ്റായി പ്രസംഗിക്കുന്ന വാക്ക് ദൈവത്തെ കാണുക, അനുഭവിക്കുക. സഹായി വളർച്ചക്കുറിയവനാണ്, സമ്പന്നനാണ്, ചുങ്കപ്പിരിക്കുന്നവനാണ്. പക്ഷെ അവന് യേശുവിനെ കാണണം. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കേട്ടാൽ പോലെ കണ്ടേ പറ്റൂ. ആർത്തിയാണ്. അതുകൊണ്ട് താൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത സമയത്ത് പുള്ളിക്ക് മനസ്സിലായി ഇന്ന റൂട്ട് വഴി യേശു. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും, എവിടെ യേശു എത്തി? പുള്ളി യേശു ഗൂഗിൾ പറയും ഇന്നടത്ത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി വരുന്ന റൂട്ട് കൂടി തെളിയിച്ചു കൊടുത്തപ്പോൾ അത്തിയുടെ അടുത്തുകൂടിയാണ് യേശുവിൻ്റെ റൂട്ട് കാണുന്നത്. പുള്ളി ചാടിക്കയറി എവിടെ കയറിയിരുന്നു? അത്തിയുടെ മണ്ടയിൽ കയറി, ഇലകൾ ചുറ്റപ്പെട്ട് അത്തിയുടെ മണ്ടയിൽ കയറി ഒളിച്ച് പാത്തിരുന്നു. ഇവൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതും ഞാൻ ഓടുന്നതും ചാടി മേൽ കയറുന്നതും എല്ലാം ഒരു സ്ക്രീൻ എന്നപോലെ യേശു മേളിൽ കണ്ടുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, എനിക്കത് പറയുമ്പോൾ കരയാറുണ്ട്. കാര്യം ഒരുവൻ യേശുവിനെ കാണാൻ തക്കവണ്ണമുള്ള
ആർത്തി കാണിക്കുമ്പോൾ തന്നെ തന്നെ കാണിക്കേണ്ട ആർത്തി കർത്താവിനുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. യേശുവിനെ കാണാൻ ഒരു വ്യക്തി ആർത്തി കാണിക്കുന്നുവെങ്കിൽ യേശുവിനെ തന്നെ തന്നെ കാണിക്കാൻ ആർത്തിയുണ്ട്. യേശുവിനെ അനുഭവിപ്പാൻ ഒരു വ്യക്തി ആർത്തി കാണിക്കുന്നുവെങ്കിൽ യേശുവിനെ തന്നെ തന്നെ കൊടുപ്പാനും ആർത്തിയുണ്ട്. ഈ രാവിലെ കരമുയർത്തി പറയാ, യേശുവേ എനിക്ക് അങ്ങേ അറിയണം, എനിക്ക് അങ്ങേ കാണണം, യേശു എനിക്ക് എന്നെ അനുഭവിക്കണം എന്ന് ദൈവസന്നിധിയിൽ അവയെ ഒന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു നോക്കിയേ. അവയെ അകത്തെ ആഗ്രഹത്തെ സഫലമാക്കി ആ യേശുവിനെ കാണാനും ആ യേശുവിനെ അനുഭവിപ്പാനും ഭാഗ്യമുണ്ട്. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ നിനക്ക് കാണിച്ചു തരാൻ തക്കണ ആഗ്രഹമുണ്ട്, പക്ഷേ ഇമ്പോസിബിൾ ആണ് കേട്ടോ മോനെ. എന്താ കാര്യം? എന്നെ കണ്ടവരാരുന്നവരെ ജീവനോട് ഇരുന്നിട്ടില്ല. എൻ്റെ തേജസ്സിൻ്റെ ശക്തി സൂര്യൻ്റെ ഉണ്ടാക്കി നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല എങ്കിൽ ആ സൂര്യൻ്റെ മുഖം കാണാൻ ആർക്കും കഴിയാത്തതുപോലെ തന്നെ സൂര്യനെ ഉണ്ടാക്കിയ വായുടെ ശബ്ദത്തെ ഉണ്ടാക്കപ്പെട്ട മഹാദൈവത്തിൻ്റെ തേജസ്സും പ്രഭയും അവൻ്റെ ശക്തിയും എന്തുമാത്രം അത്ഭുതമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിനകത്ത് നീർച്ചാലിൽ കൂടി പോയ പാവപ്പെട്ട ഒരു രാജേഷ് എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിന് പോലും വെള്ളത്തിൽ നീന്തി കിടന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ വെള്ളം തന്നെ കൊന്നുകളഞ്ഞു. ആ കുടുംബ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പ്രകാരം അപ്പോൾ വെള്ളത്തെ സൃഷ്ടിച്ച വെള്ളത്തിന് ശക്തിക്ക് പോലും വെള്ളത്തിന്റെ ശക്തിയുടെ മുമ്പ് ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിനെക്കാട്ടി ശക്തനായ ദൈവത്തെ കാണാൻ തക്കവള അഭിമുഖം കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാ, ആഗ്രഹത്തെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. ഏത് നല്ല ആഗ്രഹത്തെ നടത്തുന്നത് കർത്താവുണ്ട്. ഇന്ന് രാവിലെ ദൈവമക്കളുടെ പരിശുദ്ധാൽ പറയാ, കരമെടുത്ത് അടിച്ചു പറയാമോ, ദൈവമേ എനിക്കൊന്ന് അങ്ങേ അനുഭവിക്കണം, എനിക്ക് അങ്ങേ ഒന്ന് കാണണം, എനിക്ക് അങ്ങനെ സാന്നിധ്യം അനുഭവിക്കണം, എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കണം, അങ്ങയുടെ കൃപ എനിക്ക് അനുഭവിക്കണം. മറ്റെന്തിനേക്കാള് എനിക്ക് ദൈവത്തോട് മാത്രം സഞ്ചരിക്കണം. അതെന്റെ ജീവിതത്തിന്മേൽ ഒരു വാഞ്ഛയാണ്, അതെന്റെ ആഗ്രഹമാണ്. അതെനിക്ക് സാധ്യമാക്കി തന്നാൽ എൻ്റെ ലൈഫ് ഏറ്റവും സക്സസ് ആയി മാറി. കരമൊന്ന് ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ കർത്താവ് ആരാണ്? വിശ്വസ്തനദീയമാണ്. മോശയോട് ആ വാക്ക് ജയിച്ച് 33-ാമത്തെ വാക്യത്തിന്റെ അദ്ദേഹത്തിന്റെ 20-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാമോ? വായിച്ചേ. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടു ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. അടുത്ത വാക്യം 21-ാമത്തെ വാക്യം. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. എന്നാൽ ഈ ദൈവം ആരെന്നറിയാമോ? ദൈവം അങ്ങ് നിരാശയോടെ പറഞ്ഞയക്കുക ദൈവം അല്ല. അതാണ് ദൈവത്തിൻ്റെ പരിപാടി. നമ്മൾ മറ്റു ദൈവത്തെക്കാളും മറ്റു ദൈവം നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. നമ്മുടെ ദൈവം നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇവിടെ ദൈവം അല്ല. ഈ ജനം കഴിഞ്ഞ 3 ദിവസമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഈ മരുഭൂമിയിൽ. അവർ വഴിയിൽ തളർന്ന് വീഴുമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ നിങ്ങൾ പറ. ആ യേശുവിൻ്റെ മനോഭാവം പറ. സ്തോത്രം, സ്തോത്രം. നമ്മൾ രാവിലെ കൊച്ചു വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് നിങ്ങൾ പലരും വെള്ളം കുടിക്കാതെയാണ് രാവിലെ എഴുന്നേറ്റ്. എനിക്ക് അല്ലേ, ശരിയല്ലേ? ആണോ അല്ലേ? ചായ കുടിച്ചാ ഇല്ല? നമ്മൾ രാവിലെ ചായ കുടിക്കാതെ നമ്മൾ കിട്ടിയ വെള്ളവും അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ തന്നെ ഓടി വരും. അപ്പം ഞാൻ ഒരു ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി വരുന്ന ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ചൂടുവെള്ളം തണുത്ത വെള്ളമൊക്കെ അവിടെ പോയി എന്ത് ചെയ്യാം? കുടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടും. സ്തോത്രം. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കോഫി ഇൻസ്റ്റൻറ്റ് അത് ചിത്ര സിസ്റ്റം മേടിക്കാമെന്ന് തലയാട്ടി. സ്തോത്രം. ഒരു TV മേടിക്കാൻ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നു. സ്തോത്രം. ബൈക്കാൽ തലയാട്ട് മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്ന കാര്യം എന്താണ്? അകത്തെ ആഗ്രഹത്തെ സാധ്യമാക്കുന്ന കർത്താവ്. തമ്പുരാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ മുഖത്തെ കാണാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ മോശയുടെ മുഖം ആര് ശ്രദ്ധിച്ചു? ദൈവം ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ പൊറോട്ട ഇറച്ചി കിട്ടും. എപ്പം എന്നറിയാം പൊറോട്ട ഇറച്ചി കിട്ടുന്നത്? സാമൻ എന്തെങ്കിലും ഒരു അടിയോ വഴക്കെ കിട്ടുകയാണെങ്കിൽ അവൻ്റെ മുഖം മാറുന്നത് ഒരപ്പം തന്നെ എനിക്ക് കാണാൻ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ അവന് അന്നത്തെ ഇഷ്ടമുള്ള ആഹാരം പൊറോട്ട ഇറച്ചി. അവന് പ്രീതി പറ്റി വേറെ കുറച്ച് ആൾക്കാർ കൂടെ അതിൻ്റെ പുറകിലുണ്ട്. സ്തോത്രം വഹിക്കുക. അപ്പോൾ അവർ പ്രാർത്ഥന എന്നറിയാമോ? സാമൊരു അടി കിട്ടിയിരുന്നെങ്കിൽ ഇന്നൊരു പൊറോട്ട ഇറച്ചി കഴിക്കാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം മാറും നമുക്കൊരിക്കലും
ഇഷ്ടമാണോ? അല്ല. നമ്മുടെ മുഖം വാടുന്ന ഇഷ്ടമല്ല. അങ്ങനെയെങ്കിൽ മഹാകരുണകർത്താവ് മോശയോട് പറഞ്ഞു, ഇല്ല മോനെ, എൻ്റെ മുഖം. പക്ഷെ മോശയുടെ മുഖം മാറി കേട്ടോ. മുഖം മാറിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നി. നിൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചതാണ്. ഒരു കാര്യം ചെയ്യ്, ഇന്നടുത്തൊരു സ്ഥലം പറ. ആ വാക്ക് അങ്ങനെ വായിച്ചോ ആ വാക്ക് 21. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ആ വചനത്തിന് ആഴം മനസ്സിലാക്കണം. എന്താ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയുമുണ്ട്. ഇതൊരു വലിയ വെളിപ്പാടാണ്. അവിടെ പാറയുണ്ട്. ഇതാ നിന്റെ അടുക്കൽ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയുണ്ട്. എന്താണ് അർത്ഥം? യേശു ക്രിസ്തു നമ്മുടെ അടുക്കലേക്ക് വരുന്ന യുഗങ്ങൾക്കും യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ആരെ കാണാൻ പറ്റൂ? പിതാവാം ദൈവത്തെ കാണാൻ പറ്റൂ. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യേശു പറഞ്ഞു, എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ പറ്റില്ല. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും അവനും ഒന്നാണ് എന്ന വാക്ക് യേശു യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയുണ്ട് എന്ന വാക്ക് പറയുന്ന വാക്ക് യേശു ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവരികയാണ്. കാര്യം എനിക്ക് ഡയറക്റ്റ് അതിനെ കാണിക്കാൻ പറ്റില്ല. അല്ല, നിനക്ക് ഡയറക്റ്റ് എന്നെ കാണാൻ പറ്റില്ല. അവിടെ ഒരു പാറയുണ്ട് കേട്ടോ. ആ പാറയ്ക്കകത്ത് ഞാൻ വരും. ആ പാറ ആരാ? ഒരാമൻ പറഞ്ഞേ. ആ പാറ യേശുവാണ്. അവിടെ നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കുക വാക്ക്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ വചനം വായിച്ച് കരയാറുണ്ട്. ഈ കരയുമ്പോൾ തലച്ചോറ് ഇങ്ങനെ ഫ്രീസാകും, ചൂടാകും. ഞാൻ പെട്ടെന്ന് ബൈബിൾ അടച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. കാര്യം അടുത്ത മെസ്സേജ് ഉൾക്കൊള്ളാൻ എൻ്റെ ബ്രെയിന് കപ്പാസിറ്റി ഇല്ല. അവിടെ ഞാൻ പെട്ടെന്ന് ഞാൻ മാറ്റും. എനിക്ക് ഒത്തിരി ഡയറീസ് ഉണ്ട്. ഞാൻ മെസ്സേജ് ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. ആ മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അയച്ച് ഇത്രയും മെസ്സേജുകൾ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തിട്ടുണ്ട്, ഇതെല്ലാം എങ്ങനെ ഞാൻ പ്രസംഗം തീർക്കും എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്ന് ഓർത്തു, ഇത്ര വയസ്സല്ലായോട് ഇനിയും കിടപ്പുണ്ട് ഇഷ്ടം പോലെ. കാര്യം ഇന്നലെ എനിക്കൊരു അപ്പച്ചനെ കിട്ടി, 102 വയസ്സ്. പുള്ളി ഇന്നും പുഷപ്പ് എടുത്തോണ്ട് നിങ്ങൾ സ്വോത്രം കുറഞ്ഞു. ഇവിടെ ഇറങ്ങി വരാൻ പെട്ട പാടും കയറി പോകുന്ന പാട് ഓർത്തിട്ട് പുഷപ്പ് പാസ്റ്ററുടെ സ്വോത്രം. ഹല്ലേലൂയ, സ്വോത്രം. അപ്പോൾ എനിക്ക് അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്കും തോന്നി 102 പുള്ളിക്കുണ്ടെങ്കിൽ എനിക്ക് 105. നിങ്ങൾ തോന്നുന്നു പോകാൻ പരിപാടിയില്ല, ഈ പുള്ളി അയച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ. സ്വോത്രം വൈകാൻ അങ്ങനെ ഒന്നും പോവില്ല. നിങ്ങൾ അയച്ചിട്ടേ ഞാൻ പോകും. സ്വോത്രം വൈകാൻ. പ്രൈസ് ഗോഡ്. കാര്യം ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. അങ്ങനെ ആരും പോകണ്ട, നമുക്കെല്ലാം ഒരുമിച്ചങ്ങ് പോകാം. സ്വോത്രം. ഓക്കെ, ഞാൻ പറഞ്ഞ അർത്ഥം എന്ന കാര്യം. ഇവിടെ വാക്ക്, ഇവിടെ ഒരു പാറയുണ്ട്. ഈ പാറ യേശു നിഴലാകുന്നു. ഇവിടെ സ്ഥലമുണ്ട്. ഞാനൊരു കാര്യം പറയാം. യേശുവിനെ കാണണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നാൽ കാണാൻ പറ്റൂ? എല്ലാവരും പോയെന്ന് തോന്നുന്നു. ഇവിടെ സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നിന്നെ കാണണമെങ്കിൽ, നിനക്ക് എന്നെ കാണണമെങ്കിൽ ആ സ്ഥലത്ത് വരണം. ഉള്ള കൊതിയും നുണയും പറഞ്ഞ സ്ഥലത്ത് നിന്ന് കർത്താവ് എന്ത് ചെയ്യത്തില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ ഹിസ്റ്ററി എടുത്തേ, നിങ്ങൾ അടുക്കള ഹിസ്റ്ററി എടുക്ക്, നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഹിസ്റ്ററി എടുക്ക്, നിങ്ങൾ ഡൈനിങ് ഹാളിൻ്റെ ഹിസ്റ്ററി എടുക്ക്, നിങ്ങളുടെ സിറ്റ് ഔട്ട് ഹിസ്റ്ററി. ആ സിറ്റ് ഔട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വായിൽ നാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തള്ളയെ കൊന്നാണ്ട് സമയം കഴിഞ്ഞ്. സ്വോത്രം. കൊതിയും നുണയും പറയുന്നത് കേട്ട് കഴിഞ്ഞ സ്വോത്രം. നിങ്ങളാരും സ്വോത്രം പറയുന്നില്ല. അത്രമാത്രം കുരുത്തക്കട് ഒപ്പിച്ച സ്ഥലമാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിട്ട് ആരെങ്കിലും തിരിച്ചവിടെ വരുന്നെങ്കിൽ നിൽക്കുക, ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി പറയാം. എല്ലാം പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യം? ഇവിടെ ആരും ഇറങ്ങി വരത്തില്ല. അന്തരീക്ഷം മലിനപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ രാവിലെ ആലയത്തിൽ ചാടിക്കയറി വരുന്ന കാര്യം, അത് രാവിലെ വരും. ഇവിടെ വരുന്ന കാര്യം, ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ മെസ്സേജ് ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ പ്രാർത്ഥിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോഴേക്ക് ആരെങ്കിലും എന്ത് കുർത്തക കാണിച്ച് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാര്യം എൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ആണ് ഞാൻ രാവിലെ വരും. കാര്യം ഇവിടെ വന്നിരിക്കുന്ന പോലെ സുഖം. കാര്യം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ അസ്വസ്ഥത ഉണ്ടാകും. ഇവിടെ വരുമ്പോൾ നല്ല രസമാണ്, നല്ല രസമാണ്. സ്തോത്രം.
അതുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, അവിടെ ഒരു പാറയും, നിനക്ക് വേണമെങ്കിൽ ആ ആഗ്രഹം നിനക്ക് സഫലമായി അവിടെ വരണം. പിടി കിട്ടിയ സഭ എന്ന വാക്കിൻ്റെ അർത്ഥവും പറ. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി വരാൻ തക്കണ സ്ഥലമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അല്ല, കുരുത്തം കെട്ട ഒരു കൂട്ടമല്ല സഭ. പല സഭകളും ഇപ്പം എന്താ, കുരുത്തം കെട്ടവരുടെ വഴക്കുണ്ടാക്കുന്ന സഭയായി മാറി. നമ്മുടെ സഭ എന്തല്ല, കുരുത്തം കെട്ട സഭയല്ല, രക്ഷിക്കപ്പെട്ടവരുടെ സഭയാണ്. ആ രക്ഷിക്കപ്പെട്ട ഇടയിൽ മാത്രമേ ആര് വരത്തുള്ളൂ? ദൈവം ഇറങ്ങി വരത്തുള്ളൂ. അവിടെയാണ് യഹോവ മോശയോട് പറഞ്ഞു, നീ ഇവിടെ സ്ഥലമുണ്ട്, ആ സ്ഥലത്തൊരു പാറയുണ്ട്, അവിടെ ഞാൻ നിൽക്കും. അവൻ നിനക്കെന്നെ കാണുകയോ എനിക്ക് നിന്നെ അനുഭവിക്കുകയോ ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് വാ. അതൊരു വേർപാട് നിഴലാണ്. അത് നീ വേർപെട്ട് ആരാധിക്കുന്നതിൻ്റെ തെളിവാണ്. നിനക്ക് എന്നെ അനുഭവിക്കണമെങ്കിലും, നിനക്ക് എന്നും വല്ലതും പ്രാപിക്കണമെങ്കിലും, നിനക്ക് എന്നിൽ നിന്ന് ശബ്ദം കേൾക്കണമെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി മാറ്റിയിട്ട ചിലയിടമുണ്ട്. ആ ഇടത്ത് മാത്രമേ ഞാൻ വരത്തുള്ളൂ, ആ ഇടത്ത് മാത്രമേ പ്രത്യക്ഷപ്പെടത്തുള്ളൂ, അവിടെ ഞാൻ തെളിയിക്കപ്പെടത്തുള്ളൂ, അവിടെ സംസാരിക്കത്തുള്ളൂ. ഈ സമാന മറ്റ് ദൈവമക്കൾ പറഞ്ഞാട്ടെ, ആമേ. ദൈവത്തെ വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവശബ്ദം ദൈവം വേദരിച്ചു വെച്ച സ്ഥലമാണെങ്കിൽ കാര്യമൊന്ന് അടിച്ചാത്മാവിൽ പറയാമോ? ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. ആമേ, ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ, ഒരു പാറയുണ്ട്, അവിടെ പിതാവും ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവ് ഇറങ്ങി സ്ഥലമാണ്. അവിടെ ഇറങ്ങി കന്നാൽ അഡമനരക ശൗഡബാധന കരമൊന്നടിച്ചാത്മാവ് പറയാമോ? ദൈവ തേജസ് അനുഭവിപ്പാൻ, ദൈവത്തെ അഭിമുഖം സംസാരിപ്പാൻ, ദൈവകൃപ കേൾക്കുവാൻ, ആഗ്രഹം സഫലമാക്കാൻ തക്കവണ്ണം ദൈവം മാറ്റിയിട്ട നല്ല സ്ഥലത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആദ്യം മോശ അനുസരിച്ചത് കൊണ്ട് മാത്രമാണ് മോശനകത്തി ആഗ്രഹമൊത്ത് സഫലമായെങ്കിൽ ഈ രാവ് ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തെ പ്രാപിക്കുകയും ദൈവത്തെ ആമെ കേൾക്കുകയും ചെയ്യാൻ ഈ രാവിലെ സ്വഭാരാധന നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. കരമടിച്ചു ആത്മാ പറയാമോ? യേശുവേ, അങ്ങേ കേൾക്കാൻ, അങ്ങേ അനുഭവിപ്പാൻ, അങ്ങേ മനസ്സിലാക്കുവാൻ എനിക്ക് ദൈവം മാറ്റിയിട്ട ആ നല്ല സ്ഥലത്തിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വായിച്ച് 22-ാമത്തെ വാക്യം വായിച്ച് 22-ാമത്തെ വാക്യം വായിച്ച്. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി. പിളർന്നതാം പാറയെ പാട്, നിന്നിൽ ഞാൻ മറയട്ടെ. പറഞ്ഞോ, പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരുന്നവർക്ക് ആശ്വാസമേ, എന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഈ പിളർന്ന പാറ അതാ ക്രൂശിനെ തെളിയിക്കുകയാണ്. യേശുവിനെ കാണണമെങ്കിൽ പാറ എടുക്ക് വരും. ഏത് പാറ? പിളർന്ന പാറ, അടിക്കപ്പെട്ട പാറ, തകർക്കപ്പെട്ട പാറ, ചോര ഒഴുക്കിയ പാറ, സകല എല്ലാവരാലും ആമെ ദണ്ഡിപ്പിക്കപ്പെട്ട പാറ, ആക്ഷേപം അനുഭവിക്കപ്പെട്ട പാറ, മുഖത്തിന്മേൽ തുപ്പലേറ്റ പാറ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആമെ യേശുവിനെ കുറിച്ച് അവരെ തെളിവും തൻ്റെ കഷ്ടപ്പാടിനെ നിർണ്ണയിക്കുന്ന നിലവാരത്തിൽ ഒരുവൻ യേശുവിനെ പ്രാപിക്കണം, ഒരുവൻ ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ ആമെ പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നേ പറ്റൂ. ഈ രാവിലെ സഭയോട് ആത്മാവ് പറയാ, യേശു മരിച്ചതും യേശു തകർന്നതും യേശു ഉടയ്ക്കപ്പെട്ടതും അവൻ അടക്കിയതുമല്ല. ആമേ, എനിക്ക് ദൈവത്തെ കാണാനാണ്. യേശുവിനെ എനിക്ക് തകർത്തത് മൊത്തം പിതാവും ദൈവത്തെ അനുഭവിപ്പാൻ കാണാനുമാണെങ്കിൽ ഞാൻ ആ പാറയുടെ പിളർപ്പ് നിൽക്കുക.
പ്രാപിക്കുമ്പോൾ നിന്നെ ഞാൻ ആ പാറ പിളപ്പിലാക്കിയിട്ട് അവൻ ഞാൻ കടന്നു പോകുന്ന റൂട്ടില് കാണിച്ചൊരു കരമൊന്ന് അടിച്ചു പറയുമേ. ആ പിളർന്ന യേശു, ആ തകർന്ന യേശു എനിക്ക് വേണ്ടി മുന്നമേ പിതാവ് ദൈവമാക്കി വെച്ചുവെങ്കിൽ ആ യേശുവിൽ കൂടെ എനിക്ക് എന്റെ പിതാവ് ദൈവത്തെയും പിതാവ് രാജ്യത്തെയും അവന്റെ ആത്മാവിനെയും അവന്റെ കൃപയും ആസ്വദിപ്പാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് വിശുദ്ധ പുസ്തകത്തിൽ ഇങ്ങനെ പറവാക്കാണ്, എനിക്ക് അവനുമായിട്ടല്ലോ കാര്യം. ആരുമായിട്ടാ? യേശുമായിട്ട കാര്യം. എന്താ യേശുമായിട്ട് കാര്യം? യേശു പിളർന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് പിതാവിനെ കാണാൻ പറ്റിയത്. ഹല്ലേലൂയ. യേശു പിളർന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയത്. യേശു പിളർന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് സ്വർഗം പ്രാപിക്കാൻ പറ്റിയത്. നമ്മുടെ തിരുവചനം, നമ്മുടെ കയ്യിരിക്കുന്ന വിശുദ്ധ ബൈബിൾ യേശുവിനെ തകർച്ചയിൽ കിട്ടിയ കാര്യമാണ്. നമുക്ക് ലഭിച്ച അന്യഭാഷയുടെ ആത്മാവിനെ കിട്ടിയത് യേശുവിനെ പിളർന്നതിന് ശേഷമാണ്. നമുക്ക് പോകാൻ ഒരു രാജ്യമുണ്ടെന്ന് നമുക്ക് പ്രത്യാശ തന്നത് മൊത്തം പിളർന്ന പാറ നിമിത്തമാണ്. പിതാവാം ദൈവം പറഞ്ഞു, ഇവിടെ ഒരു പിളർന്ന പാറയുണ്ട്. വാക്ക് ജേസ് വായിച്ചോ. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി. ഇപ്പൊ മോശ ആരെ നിപ്പോണ്ട്? മോശയെ പിടിച്ച് ദൈവം പിളർന്ന് നിൽക്കുന്ന പാറയില്. അപ്പൊ യേശു ഇപ്പൊ മോശ ആരോടെ നിൽക്കുകയാണ്? യേശു ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുകയാണ്. പറഞ്ഞു ഇപ്പൊ യേശു കൊണ്ട് ആര് നിൽക്കുന്നു? അപ്പൊ യഹോവ ദൈവം പറഞ്ഞു, മോനെ യേശുവിൽ കൂടെ അല്ലാതെ നിനക്ക് എന്നെ. അവിടെ ദൈവം മോശയെ പിടിച്ച് പാറയുടെ. ഇപ്പോൾ യേശുവിൻ്റെ കൂടെ ആര് നിൽക്കുന്നു? പക്ഷെ ആർക്കറിയത്തില്ല, മോശയ്ക്ക് അറിയത്തില്ല ഞാൻ നിൽക്കുന്ന ആരുടെ കൂടെയാന്ന്. യേശുവിൻ്റെ കൂടെയാന്ന് മോശയ്ക്ക് അറിയത്തില്ല. ഇന്ന് എനിക്കറിയാം ഞാൻ നിൽക്കുന്ന ആരിലൂടെ. ഒന്ന് വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം കാണാതെ പറയാൻ പറ്റുമെങ്കിൽ ഉറക്കെ പറ. അവർ നമ്മെ കൂടാതെ പിതാവ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. നോക്കണം, മോശയുണ്ട് അതിനകത്ത്, അഹരോനുണ്ട്, ദാവീദുണ്ട്, ഇരമ്യാവുണ്ട്, യെശയ്യാവുണ്ട്. ആമേ സ്തോത്രം. അനേക വിശുദ്ധന്മാരുടെ വലിയൊരു പട്ടിക ആ 31 വാക്യത്തിനകത്ത് നിരത്തി വെച്ചിരിക്കുമ്പോൾ ആ 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ഏതാ? പുതിയ മോശ, അബ്രഹാം, അതുപോലെ ആദ്യ വിശുദ്ധന്മാര് നമ്മെ കൂടാതെ എന്നെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കണമെന്ന് ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് യേശു ക്രിസ്തുവിനെ കരുതി വെച്ചു. മോശ ഇപ്പൊ ചാർന്നിക്കുന്നത് പിളർന്ന പാറയിലാകുന്നു. ഈ പാറ യേശുവാണ്. അത് മോശക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ആ വെളിപ്പാട് കിട്ടി. എനിക്ക് ആ യേശുവിനെ മനസ്സിലായി. മോശയ്ക്ക് എങ്ങനെ കിട്ടി? പാറയായി കിട്ടി. എനിക്ക് യേശുവിനെ യേശുവായിട്ട് തന്നെ. അതാണ് എനിക്ക് യേശുമായിട്ടുള്ള കാര്യം. ഹല്ലേലൂയ. എനിക്ക് അതൂത് മനസ്സിലായല്ലോ. ഇനി വായിച്ചു, വാക്യം വായിച്ചു. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി. ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും. നീ എന്റെ പിൻഭാഗം കാണും. എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. അവന്റെ ആഗ്രഹം, അവന്റെ ഉദ്ദേശമായിരുന്നു എനിക്ക് ദൈവത്തെ കാണണം. പക്ഷെ ആദ്യം കാണിച്ചു കൊടുത്തു, പാറയെ കാണിച്ചു കൊടുത്തു. ആരെ കാണിച്ചു കൊടുത്തു? ആദ്യം ഈ പാറ കാണും. അതാ പിതാവ് യേശു പറഞ്ഞ വാക്കാണ്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നത്രേ. പ്രൈസ് ഗോഡ്. എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു, ഞാൻ പിതാവ് ഒന്നത്രേ എന്ന വാക്ക് പറഞ്ഞപ്പോൾ ആദ്യം മോശയെ പിടിച്ച് എവിടെയാക്കി? പാറ യേശുവിൻ്റെ അടുത്താക്കി. ഇപ്പോൾ പാറയെ പുള്ളി മൊത്തം എന്ത് ചെയ്യുക? കണ്ടോണ്ടിരിക്കുകയാണ്. പിതാവിനെ പിൻഭാഗം കാണിച്ചു കൊടുത്തു. ആ വാക്ക് നോക്കി എന്താ കാണിച്ചത്? നീ എൻ്റെ ബാക്ക് കാണും, പുറകെ കാണും, പിൻഭാഗം കാണും. പക്ഷെ ഇപ്പം നിൽക്കുന്ന എവിടെയാ? യേശുവിൻ്റെ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ആഗ്രഹം സാധിച്ചോ? പക്ഷേ അവന് പാറയായിട്ട് കണ്ടുവെങ്കിലും കർത്താവ് കാണിച്ചു കൊടുത്തത് യേശുവിനെയാണ് കാണിച്ചു കൊടുത്ത വാക്ക്. എന്നാ പിതാവാം ദൈവത്തെ എന്ത് കണ്ടു? പുറകെ കാണിച്ചു കൊടുത്തു. അവൻ്റെ ആഗ്രഹം സാധിച്ചോ? ഞാൻ പറഞ്ഞ അർത്ഥം ഓർത്തോണം. 20-ാം സംഘം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും ഈ സഭാരാധന കഴിഞ്ഞ് ആശീർവാദത്തോടെ നാം മടങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ പറയണം, കർത്താവേ എൻ്റെ പ്രവൃത്തിയെ
ഞാൻ യഹോവയുടെ മുമ്പാകെ ഇന്ന് രാവിലെ സമർപ്പിച്ചു. മോശയും തൻ്റെ പ്രവൃത്തിയെ കർത്താവ് സമർപ്പിച്ചതുകൊണ്ട് മോശയ്ക്ക് തൻ്റെ ആഗ്രഹത്തെ ദൈവാത്മാവ് സഫലമായി കൊടുത്തു. നാം ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കണം. ഇനി 6ാമത്തെ പോയിന്റാണ് നാം വായിച്ച്. അതുകൊണ്ട് മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ഏതുകൊണ്ടാ? നമ്പർ 1 ദൈവത്തെ കണ്ടതുകൊണ്ട്. നമ്പർ 2 യേശുവിനെ കണ്ടതുകൊണ്ട്. അപ്പൊ ദൈവത്തെയും യേശുവിനെ കണ്ടതുകൊണ്ട്. ഇനി വായിച്ച ഒരു പ്രാവശ്യം കൂടി 29ാമത്തെ വാക്യം, 34-29ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി വായിച്ചാട്ടെ പ്ലീസ്. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന് ത്വക്ക് പ്രകാശിച്ചു. അടുത്ത വാക്യം. എന്ന് മോശെ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. ആമേൻ. ദൈവം പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ പദ്ധതി പ്രകാരം ദൈവം മോശയ്ക്ക് എന്ത് ചെയ്തു? തന്നതിന് കാണിച്ചു കൊടുത്തു. ഇവിടെ നാം 23ാമത്തെ വാക്യത്തിൽ ആ ഭാഗം പിൻകാണിച്ചു കൊടുത്തപ്പോൾ തൻ്റെ ലിസ്റ്റിനകത്തൊരു പ്രമോഷൻ ലിസ്റ്റ് കൊടുത്തു. മോശയ്ക്കൊരു പ്രമോഷൻ കൊടുത്തു. ആരെ കണ്ടപ്പോൾ? ദൈവത്തെ മോശ കണ്ടപ്പോൾ ഒരു പ്രമോഷൻ. എന്താ പ്രമോഷൻ? നീ ഇനി താഴെ ഇരിക്കേണ്ടവനല്ല, എന്നോട് കൂടെ ഇരിക്കാൻ മേളിലോട്ട് കയറി. ഞാനത് പിന്നെ പ്രസംഗിച്ചോളാം. അത് തൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. അതാരുടെ ഉദ്ദേശമായിരുന്നു? തൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ദൈവത്തെ പ്രാപിക്കുക, ദൈവത്തിൻ്റെ വഴി അറിയണം, ദൈവത്തിൻ്റെ തേജസ് കാണണം. 3 സാന്നിധ്യം. 4 മുഖം കാണണം. ഇതാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊന്നുകൂടെയായിരുന്നു. നീ താഴെ കടന്ന് ചൊറിയും കുത്തിയിരിക്കേണ്ട ആവശ്യം ഇല്ല. നീ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ മേളിലോട്ട് 34ാമത്തെ അധ്യായത്തിനകത്ത് പ്രമോഷൻ കൊടുത്തു. കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ദൈവത്തിന് നന്ദി പറയാമോ? ഞാൻ രാവിലെ ഈ ദൂത് പറഞ്ഞു നിർത്താം. മോശയെ ദൈവം പറഞ്ഞ എൻ്റെ പർവ്വതമായ സീനായി കയറി വരാൻ പറഞ്ഞു. ദൈവം മോശയെ എന്ത് ചെയ്തു? കാര്യം താഴെ കിടന്ന മൊത്തം, ഞാൻ പറഞ്ഞ അർത്ഥം ഓർത്തോണം. ഈ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും എന്നൊക്കെ പറയുമ്പോൾ ഒരു കാഷ്വൽ വേർഡല്ല. ഇതൊരു കാഷ്വൽ വേർഡല്ല. ഇതൊരു സാധാരണ വേർഡല്ല. ഈ വേർഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്തു. തൻ്റെ ബ്രെയിനെ കൺട്രോൾ ചെയ്ത്, തൻ്റെ ബോഡിയെ കൺട്രോളാക്കി, തൻ്റെ മൈൻഡിനെ കൺട്രോളാക്കി, തൻ്റെ ലൈഫിനെ കൺട്രോളാക്കി, തൻ്റെ ലൈഫിനെ മൊത്തം ദൈവത്തോട് കൂടെ യോജിച്ച് നിൽക്കത്തക്ക രീതിയിൽ. ഈ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു വാർത്ത ഞാൻ കേട്ടു. നിങ്ങൾ ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ കണ്ടിരിക്കാം. 15ാമത്തെ വയസ്സ് മുതൽ ഈ ഒരു ദൈവത്തെ കാണാൻ തക്കണം പാവപ്പെട്ട ഒരു സഹോദരൻ നിന്ന് തനിക്ക് 55-60 വയസ്സായി. നിങ്ങൾ ബാക്കി പറ. 15 വയസ്സ് മുതൽ 55 വയസ്സ് എത്ര വയസ്സാണ്? വർഷമായി? എത്ര ആയിക്കോട്ടെ, 45 അല്ലേ? 40, 45 എങ്ങനെ ആയിക്കോട്ടെ. ആ മനുഷ്യൻ ഇത്രയും വർഷം എന്ത് ചെയ്തു? ഒറ്റ നിൽക്കുന്നിപ്പം തൻ്റെ കാലിങ്ങനെ ചേനപ്പുറം പോലെ എന്ത് ചെയ്തു? വിരുന്ന് കയറി. ഭയങ്കര തൻ്റെ ശരീരത്തിൽ കാലിൽ കൂടി നീരിങ്ങനെ വീഴുന്നു. എന്നിട്ടും പുള്ളി പറഞ്ഞു, ഞാൻ ആ ദൈവത്തെ കാണാതെ ഞാൻ ഇനി താറയിരിക്കത്തില്ല. നിങ്ങൾ ആ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ. എനിക്ക് സങ്കടം തോന്നി. പാപം ആ പുള്ളിക്കാരൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെന്നെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ കണ്ടിട്ട് പുള്ളി വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയതിനെ സ്തോത്രം. നോക്കണേ, അവരുടെ ദൈവം എവിടെയെന്ന് നോക്കിയിട്ട് അവരെ കാണാൻ പറ്റുന്നില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ അർത്ഥം, നമ്മുടെ ദൈവത്തെ ഒന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ അടുക്ക വരും. 15 വർഷം, 40 വർഷം, 45 വർഷം, 50 വർഷം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മോശ പറഞ്ഞപ്പോൾ തന്നെ സ്പോട്ടിൽ കർത്താവ് കാണിച്ചു തന്നെ കാണിച്ചു കൊടുത്തു. 34ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വാക്കാകുന്നു, നീ എൻ്റെ പർവ്വതമായ സീനായിലേക്ക് വരാൻ പറഞ്ഞു. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആദ്യം പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു പാറയുണ്ട്. അവിടെ പോയത് കൊണ്ടാണ് പ്രമോഷൻ ഇവിടെ കിട്ടിയത്. ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറാൻ പറ്റിയത്. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയാം, ഈ 2026 ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ദൂത് പറയുമ്പോൾ, ഈ 9ാമത്തെ 8ാമത്തെ മാസം നമ്മൾ വിട്ടു പോകുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ പേരും ഒരു പ്രമോഷൻ ലിസ്റ്റിനകത്ത്, എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഒരു പ്രമോഷൻ ലിസ്റ്റിനകത്ത്, എൻ്റെ തലമുറ പേര് ഒരു പ്രമോഷൻ ലിസ്റ്റിനകത്ത് ഒന്ന് വീണ് കഴിഞ്ഞാൽ വാസ്തവത്തിൽ എൻ്റെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ദൂതിൻ്റെ ശക്തി ആശ്രിതമായി മാറ്. ഈ
രാവിലെ നമുക്ക് ആത്മാവിൽ പറയാം, കർത്താവ് നീ എത്ര വിശ്വസ്ത ദൈവമാണ്. കരം അടിച്ചൊന്ന് ആത്മാവിൽ പറയാമോ? എല്ലാ കൈകളും അടിച്ച് അല്പനിമിഷം കണ്ണടച്ച് ദൈവമേ ഒരുമിച്ച് ആത്മാവിൽ പറ, കർത്താവേ എനിക്ക് ദൈവത്തെ കാണാൻ മോശയുടെ ആഗ്രഹം സാധ്യമായി കൊടുത്ത അതേ ദൈവം മരിച്ചിട്ടില്ല. യുഗങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ ദൈവം മോശ മരിച്ചുവെങ്കിലും യഹോവ മരിച്ചിട്ടില്ല. ഇന്നും ആ ദൈവത്തെ നമ്മെ കാണിച്ചു തന്നെ വെളിപ്പെടുത്താൻ താല്പര്യമുണ്ട്. ആ ദൈവത്തെ അനുഭവിക്കുകയോ ആ ദൈവത്തെ പ്രാപിക്കുകയോ ചെയ്യാൻ ഉത്സാഹിക്കുന്നുവെങ്കിൽ സമയം ഒരു നിമിഷം കൂടി ആ വചനത്തുമ്പാകെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. ഓ പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനോ. ആദിയിങ്കൽ കൈപ്പാകിലോ അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. ഓ പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യതീരവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യതീരവല്ലോ. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷസ്ഥാനം. 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 നിന്റെ പ്രവർത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കും. മോശ തൻ്റെ പ്രവർത്തികളെയും തൻ്റെ ജീവിതത്തെയും കർത്താവിന് സമർപ്പിച്ചു. അതുകൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങളെ ദൈവം സാധ്യമാക്കി തന്നു. നമുക്കറിയാം, വിശുദ്ധ വചനത്തിനകത്ത് 34-ാം അധ്യായത്തിൽ ആവർത്തനം 34-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ കണ്ണു മങ്ങാതെയും അവൻ ദേഹബലം ക്ഷയിക്കാതെയും 120 വർഷം ജീവിക്കാണ്ട് ഭാഗ്യം കൊടുത്തതെല്ലാം കർത്താവിൻ്റെ കൂടെ നടന്നതിൻ്റെ തെളിവാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ത്വക്കും ശോഭിക്കട്ടെ, നമ്മുടെ മുഖം ശോഭിക്കട്ടെ, നമ്മുടെ ഹൃദയം ശോഭിക്കട്ടെ, സകല നിലയിലും വിജയകരമായി നീങ്ങുവാൻ ഈ വചനം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ദൈവം നമ്മൾ സംസാരിച്ചത് ഉറപ്പുള്ളവർ അക്കരങ്ങളിൽ നിന്ന് ഉയർത്തി ഒരു പ്രാവശ്യം കർത്താവ് നന്ദി പറയാമോ? പിന്നെ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്.